നമസ്കാരം. ഞാൻ രാജലക്ഷ്മി പിള്ളൈ, ഇന്ദിരാഗാന്ധിയുടെ കൊച്ചിൻ കേന്ദ്രയിൽ നിന്ന്. ഇന്ന് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് BPSC 144-ന്റെ 2 ചാപ്റ്റേഴ്സാണ്, യൂണിറ്റ് 3 ആൻഡ് യൂണിറ്റ് 4. ഇത് വന്നിട്ട് സൗത്ത് ഏഷ്യയിലുള്ള കൺട്രികളുടെ ഡൈവേഴ്സിറ്റിയും അവരുടെ പ്ലൂറാലിസത്തിനെ പറ്റിയായിരിക്കും കൂടുതലായിട്ട് പോവുക. ഏതായത് സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഈ ഏരിയയിലുള്ള രാജ്യത്തിനെ പറ്റിയാണ് നമ്മൾ പരാമർശിക്കുന്നത്. അതിൽ അവരുടെ എങ്ങനെയൊക്കെ ജീവിത മാർഗങ്ങൾ ഉണ്ടായിരുന്നു, അവരെങ്ങനെയാണ് സോഷ്യോ കൾച്ചറിൽ വന്നത്, എവല്യൂഷണറി സിസ്റ്റത്തിൽ കൂടെ എന്ത് വന്നു, ഈ ഇന്ററാക്ഷൻ, ഓരോ കൺട്രി തമ്മിലുള്ള ബന്ധങ്ങൾ, അതിൻ്റെതായിട്ടുള്ള പരിണാമങ്ങൾ എന്തായിരുന്നു, ഏതൊക്കെ വിധത്തിലാണ് ഗ്രോത്തിന് അവരുടെ നാഷണൽ കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ നാഷണൽ ഒരുമിപ്പിക്കാൻ അത് എന്ത് സഹായിച്ചു എന്നുള്ളതൊക്കെ ആയിരിക്കും നമ്മൾ ഇന്ന് പഠിക്കുക. അതായത് ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ലാംഗ്വേജ് ആൻഡ് കൾച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു രാജ്യത്തിന്റെ കൾച്ചറും ഒരു രാജ്യത്തിന്റെ ലാംഗ്വേജും, ഭാഷ, ഈ ഭാഷയാണ് അടുത്ത ഭാഷയിലേക്ക്, അടുത്ത രാജ്യത്തിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്തു വരിക. ഇവിടെ നമ്മൾ പറയുന്നത് ഇന്ത്യയുടെ അടുത്ത് തന്നെയുള്ള ബംഗ്ലാദേശ് ആയിക്കോട്ടെ, ആദ്യ കാലഘട്ടത്തിൽ, അതായത് ഇത്രയും വളരെ പുരാതനമായ കാലഘട്ടത്തിൽ ഏഷ്യയില് ഭാരതം എന്നുള്ള സമയത്ത് പാകിസ്ഥാൻ ഇല്ല, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഒരു ലാംഗ്വേജ് എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ചെയ്തിരുന്നു. ലിങ്കേജ് എന്ന് പറയും. ജീവിത ദിനചര്യകൾ ഒരേമാതിരി, അവരുടെ കസ്റ്റമറി ഫുഡ് ഒരുമാതിരി, ലെഗസി എല്ലാം ഒരുമാതിരി. ക്ലൈമറ്റ് അനുസരിച്ചിട്ടാണ് നമ്മളുടെ ഫുഡ് ഐറ്റംസ് വരിക. അതിൻ്റെ അനുസരിച്ചിട്ടാണ് നമ്മളുടെ കൾച്ചറും, ഓരോ കൾച്ചറും അതിൻ്റെ കൾച്ചറൽ ഹെറിറ്റേജ്, ക്രാഫ്റ്റ്, അതേമാതിരി തന്നെ ആചാരങ്ങൾ, പ്രാക്ടീസസ്, ഇതൊക്കെ ഒരേമാതിരി വരുന്നത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരുമയിൽ, അതായത് പല വിധത്തിലുള്ള കൺട്രി ആണെങ്കിൽ കൂടെയും, ഡൈവേഴ്സിറ്റി ആണെങ്കിൽ കൂടെയും അതിൽ ഒരു ഒരുമ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പ്രാധാന്യമായിട്ട് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഡിഫറൻസസ് അല്ലെങ്കിൽ വ്യത്യാസങ്ങൾക്കും ആ വ്യത്യാസങ്ങളുടെ ഇമ്പോർട്ടൻസും വളരെ കുറഞ്ഞു വരുന്നു. അതായത് മൾട്ടി കൾച്ചറലിസം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, മൾട്ടി എന്ന് പറയുമ്പോൾ തന്നെ പറയാം പല വിധത്തിൽ, കൾച്ചറലിസം എന്ന് പറയുമ്പോൾ കൾച്ചറിനെ പറ്റിയുള്ള പല വിധത്തിലുള്ള കൾച്ചർ. എന്തുകൊണ്ട് അങ്ങനെ വന്നു? സോഷ്യലായിട്ടും പൊളിറ്റിക്കലായിട്ടുള്ള ആ ഇന്ററാക്ഷൻ, അവരുടെ ജീവിത ധനശര്യകൾ, അല്ലെങ്കിൽ അവരെ അതേ സിറ്റുവേഷനിൽ താമസിക്കുന്നവരും അതേ വേവ് ലെങ്ത്തിൽ ആലോചിക്കുന്നവരും ജീവിച്ചു വന്ന കാലഘട്ടങ്ങളാണ്. അവിടെ ഫണ്ടമെന്റൽ ആയിട്ട് നമുക്ക് നോക്കേണ്ടത് പ്രായം, എത്നിസിറ്റി, ജെൻഡർ, ആണോ പെണ്ണോ എന്നുള്ളത്, ഫിസിക്കൽ ആസ്പെക്ട്സ്, ആ രാജ്യത്തിന്റെയും അവിടെ ജീവിച്ചിരുന്ന ആൾക്കാരുടെയും റേസ്, സെക്ഷൽ ഓറിയന്റേഷൻ, ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് ഈ കൾച്ചറലിസം എന്നുള്ളത് ഡെവലപ്പായി വരിക. അപ്പൊ ഫങ്ഷണൽ മാനിഫെസ്റ്റേഷൻ നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഒരു പ്രശ്നം അല്ലെങ്കിൽ ആദ്യമായിട്ട് പ്രൈമറി ലെവലില് എന്തൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പ്രൈമറി ലെവലില് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എപ്പോഴും ആ ഭൂമിശാസ്ത്രപരമായ ലൊക്കേഷനും, അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ പഠിപ്പ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ, അവരുടെ മര്യാദകൾ, അല്ലെങ്കിൽ അവരുടെ മിലിറ്ററി എക്സ്പീരിയൻസ്, പിന്നെ അവരുടെ ബാഹ്യമായ മാരിറ്റൽ സ്റ്റേറ്റസ്, കല്യാണം കഴിച്ചിട്ട് ജീവിക്കുമ്പോൾ എങ്ങനെയായിരിക്കും, അല്ലാണ്ട് ജീവിക്കുമ്പോൾ എങ്ങനെയായിരിക്കും, പാരന്റിന്റെ കൂടെ ആയിരിക്കും. ഇങ്ങനത്തെ റിലീജിയസ് ബിലീഫ്സും വർക്ക് എക്സ്പീരിയൻസും എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വരുമ്പോഴാണ് ഇത് ഒരു മാനിഫെസ്റ്റേഷനിലേക്ക് വരിക. അപ്പൊ ഇവിടെ ഓരോ ആൾക്കാരും അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പുകാരും അവരുടെ വ്യത്യാസങ്ങൾ, വളരെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുന്നെങ്കിൽ കൂടെയും, പക്ഷെ അത് അവര് പ്രാബല്യത്തിൽ കൊണ്ടുവന്ന് ജീവിച്ചുകൊണ്ടിരുന്നു എന്നർത്ഥം. പ്ലൂറാലിസം, പ്ലൂറൽ എന്ന് പറഞ്ഞാൽ ഒന്നിന് മേലെ, ഒന്നിന് കൂടുതൽ. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് നോക്കുമ്പോൾ ക്ലോസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ ഒരു കുടുംബത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു അച്ഛനമ്മയ്ക്ക് ജനിക്കുന്ന കുട്ടികൾ, പക്ഷെ 5 പേരുണ്ടെങ്കിലും 8 പേരുണ്ടെങ്കിലും അവരുടെ ഐഡിയാസ് ഡിഫറൻസ് ആയിരിക്കും, അവരുടെ IQ ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ഒരേ കുടുംബത്തിൽ തന്നെ പ്ലൂറലിസം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പല വിധത്തിൽ എൻറ്റിറ്റികൾ ഉള്ള സമയത്ത് നമുക്കിത് നോക്കുമ്പോൾ ഇത്രയും വലിയൊരു രാജ്യമായ ഏഷ്യയിൽ ഈ പ്ലൂറാലിസം വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും.
ഓരോ ഏരിയയിലും അതിൻ്റെതായ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അപ്പൊ അത് നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഓരോ യൂണിറ്റിനെയും അനലൈസ് ചെയ്യുമ്പോൾ ആദ്യം ഫാമിലിനെ അനലൈസ് ചെയ്യും. അങ്ങനത്തെ സിമിലാറിറ്റുള്ള ഫാമിലീസ് ജീവിക്കുമ്പോൾ അതൊരു ഗ്രൂപ്പ് ആകും. അപ്പൊ നമ്മൾ അതിനെ കമ്മ്യൂണിറ്റി എന്ന് പറയും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് നായർ സൊസൈറ്റി, അല്ലെങ്കിൽ എന്താ പറയാ ഈഴവ സൊസൈറ്റി, ഈഴവാസ്. അപ്പൊ അങ്ങനെ അവര് ഒരേ ജാതിയിൽ അല്ലെങ്കിൽ ഒരേ ഗ്രൂപ്പിൽ ഒരേ വിചാരത്തിൽ ജീവിക്കുന്നവരാണ് ആ ഗ്രൂപ്പ് കമ്മ്യൂണിറ്റി എന്ന് പറയാ. അവർക്ക് അത് ഓർഗനൈസേഷണൽ സ്കിൽസ് ഉണ്ടാക്കുന്നു, അവർ യുണൈറ്റ് ആവുന്നു. കാരണം തിങ്കിങ്ങും പ്രാക്ടീസും ഒരേമാതിരി വേവ് ലെങ്ത്തിലാണ് പോകുന്നത്. അപ്പൊ ആ ഒരു ക്ലോസ് ആയിട്ടുള്ള ക്ലോസ്നെസ് കൊണ്ട് അവരുടെ കൺട്രിയും അവരുടെ സൊസൈറ്റിയും ഒന്നിനൊന്ന് ഒരുമിച്ച് പോകുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് റിലേഷൻഷിപ്പിന് കുറച്ചുകൂടെ എക്സ്റ്റേണൽ ആയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഓട്ടോണമസ് ആയിട്ട് സ്വയമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ മാറ്റി ചിന്തിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ ആലോചിക്കുന്നത് ആ സമയത്താണ്. ഇനി ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, പ്ലൂറാലിസത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഒന്നിന്റെ മേലുള്ള ഒന്ന് അവകാശം, രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് മെയിൻ ആയിട്ട് പറയുന്നുണ്ട്. അതായത് ഒരേ തരത്തിലുള്ള ആൾക്കാർ ഒരു ഓർഗനൈസേഷന്റെ അകത്ത് ഉണ്ടാവുക, അതേമാതിരി ഒരേ ഈ ഓട്ടോണമസ് ആയിട്ടുള്ള സ്പേസ്, അതായത് സ്വതന്ത്രമായിട്ട് തിങ്ക് ചെയ്യാനും അതിനെപ്പറ്റി ആക്ഷൻ ചെയ്യാനുമുള്ള കഴിവ് കൂടെ ഉണ്ടാകും. അതാണ് ഇവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് രണ്ടാമത്തേതായിട്ട്. പിന്നെ പറയുന്നത് നമ്മൾ കൺസ്ട്രക്ഷൻ, ഡെലിബറേറ്റ് ആയിട്ട് അബ്സ്ട്രാക്ട് ആയിട്ടുള്ള നമുക്ക് പറയാൻ പറ്റാവുന്നതും അനുഭവിച്ചറിയുന്നതുമാണ് അബ്സ്ട്രാക്ട് എന്ന് പറയുക. അങ്ങനത്തെ ആ ഫീലിങ്സ് അല്ലെങ്കിൽ അപ്ലൈഡ് ലെവൽസിൽ വരുന്ന ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ വിദൂരത, ഇതിനെ പ്ലൂറാലിസത്തിൽ കൊണ്ടുവരുമ്പോൾ ഒപ്പം തന്നെ ഉണ്ടാവും, ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കും. ഇതില് ഈ ഡൈവേഴ്സിറ്റിയിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ പാർട്ടി വരികയാണ്, അല്ലെങ്കിൽ ഒരു ഡെമോക്രാറ്റിക് തിങ്കിങ് വരികയാണ്. അതിനെല്ലാം കൂടെ ഒരു കമ്മ്യൂണിറ്റിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് അവര് ഒരേമാതിരി ഒരുമിച്ച് കൊണ്ടുപോകാൻ പ്രയത്നിക്കുകയാണ്. അതാണ് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നോക്കുമ്പോൾ സോഷ്യോ പൊളിറ്റിക്കൽ അറേഞ്ച്മെന്റ് എന്ന് പറയാം. സോഷ്യോളജിക്കലി അല്ലെങ്കിൽ സോഷ്യൽ ഹാബിറ്റ്സ് വഴിയും പൊളിറ്റിക്കലായിട്ടും രാഷ്ട്രീയമായിട്ടും അതിനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴാണ് ഈ ഫ്രെയിം വർക്കിന്റെ ഉള്ളിൽ, പ്ലൂറാലിസത്തിന്റെ ഉള്ളിൽ നമ്മൾ കൊണ്ടുവരുന്നു. ഇനി ഈ ഡെലിബറേറ്റ് ചോയ്സ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കൾച്ചർ, നമ്മളുടെ ഒരു കൾച്ചർ ഉണ്ട്. ഇപ്പൊ നായന്മാര് അല്ലെങ്കിൽ മലയാളീസ്, പെട്ടെന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. മലയാളീസ് എവിടെ മലയാളീസ് ഉണ്ടോ, ഏത് ലോകത്തിന്റെ ഏത് മൂലയിലുണ്ടോ, ഓഗസ്റ്റ് മാസം, ഇപ്പൊ കർക്കിടക മാസമാണ്, ഈ കർക്കിടക മാസത്തിൽ കർഷകരെ അല്ലെങ്കിൽ കർക്കിടക മാസത്തിൽ നമുക്ക് ബലിതർപ്പണം ചെയ്യുക എന്നുള്ള ഒരു പരിപാടിയുണ്ട്, അല്ലെങ്കിൽ പിതൃക്കളെ സ്മരിക്കുക എന്നുള്ള പരിപാടിയുണ്ട്. മാംസം അങ്ങനത്തെ ആദികൾ വർജിച്ചിട്ട് ജീവിക്കുക എന്നുള്ളത് ഇതൊക്കെ ഒരു കൾച്ചറാണ്, സിവിക് കൾച്ചറാണ്. ഇതിപ്പോ ഇന്ത്യയിലായാലും കൊള്ളാം, യൂറോപ്പിലായാലും കൊള്ളാം, മലയാളിയുള്ള സ്ഥലത്ത് അതിനെ അവര് പ്രാക്ടീസ് ചെയ്യും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ കർക്കിടകം കഴിയുമ്പോൾ ചിങ്ങം വരുമ്പോഴത്തേക്കും ചിങ്ങത്തില് ഓണം. അപ്പൊ ഈ ചോയ്സ് എടുത്ത് നമ്മളുടെ ഇഷ്ടത്തിന് നമ്മൾ ജീവിച്ചു വരുന്നു. ഇപ്പൊ ഇവിടെ ഈ കാലഘട്ടത്തിൽ സൗത്ത് ഏഷ്യയിൽ നമ്മൾ പറയുമ്പോഴത്തേക്കും അങ്ങനെ ഒരു അണ്ടർപിന്നിങ് സോഷ്യൽ കൾച്ചറിൽ വരുന്നതിന്റെ ഒരു കാലഘട്ടത്തിലായിക്കൂടെ ഈ ഡൈവേഴ്സിറ്റിയും ഓരോ രാജ്യത്തില് അവര് വിശ്വസിക്കുന്ന മതം, അവര് സംസാരിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഭാഷ, ഇതിനെയൊക്കെ കൂടെയാണ് നമ്മൾ ഡെലിബറേറ്റ് ചോയ്സിന്റെ കൺട്രോളിൽ കൊണ്ടുവരുന്നത്. ഇനി പാറ്റേൺസ്, ഏതൊക്കെ വിധത്തിലാണ് ഇതിനെ ഡൈവേഴ്സിറ്റിനെ പാറ്റേൺസ് ആക്കി മാറ്റാം അല്ലെങ്കിൽ പ്ലൂറാലിസത്തിലേക്ക് കൊണ്ടുവരാന്ന് വെച്ചാല് നമ്മളുടെ നാച്ചുറൽ ഫോർമേഷൻസ്, ഒരു ബൗണ്ടറി, ഒരു രാജ്യത്തിന്റെ ബൗണ്ടറി വരുമ്പോൾ, ബൗണ്ടറി ഇപ്പൊ ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസോ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതല്ല, രാജ്യത്തിൽ ജോഗ്രഫിക്കലി അത് ഉണ്ടായിട്ടുള്ള ഒരു നാച്ചുറൽ ഫോർമേഷനാണ്. ആ ഗുഹാമുഖങ്ങളും ഒക്കെ അത് വേൾഡിൽ തന്നെത്താനെ വരുന്ന എത്രയോ യുഗങ്ങളുണ്ടുള്ള ചേഞ്ചസ് കൊണ്ട് വന്നിട്ടുള്ള പരിണാമങ്ങളാണ് അതൊക്കെ. ആ പരിണാമങ്ങളിൽ കൂടെ അത് ഇന്ത്യൻ ഓഷ്യനായാലും കൊള്ളാം, മഹാസമുദ്രമായാലും കൊള്ളാം, കാരക്കോറമായാലും കൊള്ളാം, ഹിമാലയമായാലും കൊള്ളാം, പാമീർ റേഞ്ചസ് ആയാലും കൊള്ളാം, നോർത്തിൽ വന്നിട്ടുള്ളത് അത് പരിണാമം, ഭൂമിയിൽ വന്നിട്ടുള്ള വർഷങ്ങളോളം യുഗങ്ങളോളമുള്ള പരിണാമത്തിന്റെ സിദ്ധാന്തം. ജോഗ്രഫിക്കൽ ഡിഫറൻസസ് നോക്കുമ്പോൾ ഒരു രാജ്യവും ഇന്റർലോക്ഡ് കൺട്രീസ് ആണ്. അതായത് ഇന്റർലോക്ഡ് എന്ന് വെച്ചാൽ പരസ്പരം ഇങ്ങനെ കൊളുത്തി കിടക്കുക എന്നുള്ളത്. അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ
ഇതൊക്കെ ഐലൻഡ് നേഷൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇന്റർലോക്ഡ് ആയിട്ടുള്ള കൺട്രികളാണെങ്കിൽ ഇതേ സൗത്ത് ഏഷ്യയിൽ തന്നെയുള്ള ഐലൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ 4 വശം ചുറ്റപ്പെട്ട് കിടക്കുന്ന കൺട്രികളാണ് ശ്രീലങ്കയും മാൽദീവ്സും. അപ്പോ ഇതും ഈ ജോഗ്രഫീന്റെ അകത്ത് തന്നെ, ഈ ഏഷ്യന്റെ അകത്ത് തന്നെയാണ് വരുന്നത്. അപ്പൊ അവിടെ ഡിഫറൻസസ് ഉണ്ടെങ്കിലും അത് അവിടെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. മൾട്ടി കൾച്ചറൽ ആയിട്ടുള്ള ഫ്രെയിംവർക്കിൽ കൂടെ അവർ ജീവിക്കുന്നു. ഡൈവേഴ്സിറ്റി നമ്മൾ എടുത്തെടുത്ത് പറയുന്നത് ജിയോമോർഗ്രാഫിക് ഫോർമേഷൻസ് ആണ്. ഒറ്റ കൺട്രിയും ഒരുമിച്ചിട്ടുള്ള ഫോർമേഷൻ അല്ല. പാകിസ്ഥാൻ ആയാലും ശരി, അതിന്റെ ഫോർമേഷൻസിന് ഒരു വ്യത്യാസമുണ്ട്. ആ കാലഘട്ടത്തിൽ നമ്മൾ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ ഇടതുവശത്ത്, പാകിസ്ഥാൻ ആ സമയത്ത് ഇല്ല, ഭാരതത്തിലില്ല. ഭാരതമായിരുന്നു. ഇന്ത്യയുടെ ഫ്രീഡത്തിന് ശേഷമാണ് വെസ്റ്റ് പാകിസ്ഥാൻ, ഈസ്റ്റ് പാകിസ്ഥാൻ വന്നത്. അതിനുശേഷം തന്നെയാണ് ബംഗ്ലാദേശും വന്നത്. അപ്പോ ഇതൊക്കെ വരുന്നത് കാലക്രമേണ വന്ന കൺട്രികളാണ്. ഇനി ജിയോമോർഗ്രാഫിക് ഫോർമേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കൺട്രിയുടെ യൂണിഫോമിറ്റി, മോട്ടോണസ് ആയിട്ടുള്ള യൂണിഫോമിറ്റിയും നേപ്പാളും ഭൂട്ടാനും ഇത് എവിടെയാ വരുന്ന വെച്ചാൽ ഹിമാലയൻ മൗണ്ടൻ റേഞ്ചിന്റെ അടിവാരത്ത്. അപ്പോൾ അതവിടെ ഒരേമാതിരിയായിട്ടുള്ള ജോഗ്രഫിയാണ് വരുന്നത്. അങ്ങനെയാണ് അവർ ജോഗ്രഫി വരുമ്പോൾ അവരുടെ ഭാഷകൾ ഏകദേശം ഒരേമാതിരി ആയിരിക്കും, ജീവിത ശൈലി ഏകദേശം ഒരേമാതിരി ആയിരിക്കും. മൗണ്ടനസ് റീജിയൻസ് ആണ് നേപ്പാളി, ഭൂട്ടാൻ ഹില്ലി മൗണ്ടൻസ് ആണ്. അപ്പോൾ അവരുടെ കാലഘട്ടത്തിൽ അത് ഒരേമാതിരി വരുന്നു. കാരണം അത് ലൊക്കേഷനുണ്ട്. ജോഗ്രഫിക്കലി എവിടെയാണോ അത് കിടക്കുന്നത് ആ ലൊക്കേഷൻ കൊണ്ട് വരുന്നതാണ്. ഇനി ഐലൻഡ് ആവുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ശ്രീലങ്കയും മാൽദീവ്സും, ഇത് രണ്ടും ലാൻഡ് മാസ് ആണ്. അവർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ അവരുടേതായ ജോഗ്രഫിക്കൽ ഫോർമേഷൻ ഉണ്ട്. ചെറിയ ഐലൻഡ് ആയാലും കൊള്ളാം, വലിയ ഐലൻഡ് ആക്കണം. പക്ഷെ അവര് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എല്ലാം ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ഇനി ഈ പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് പറയുമ്പോൾ ഭൂമിയിൽ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ടെക്ടോണിക് റീജിയൻ എങ്ങനെയാണ് ഈ ഇന്ത്യ അല്ലെങ്കിൽ ഈ ഭാരതം വന്ന് ഇങ്ങനെ കയറിയത് എന്നുള്ള ഒരു പ്ലേറ്റ്സ് ഉണ്ട്, കൊളീഷൻ ആണ്. അതായത് കൊളീഷനെ കൂട്ടിയിടിക്കുക, യുറേഷ്യൻ പ്ലേറ്റ് തമ്മിൽ ഒരു ക്രിയേഷൻ വന്നിട്ടാണ് ഈ ഇന്ത്യൻ പ്ലേറ്റ് ഉണ്ടായതെന്നും അത് മേലേക്ക് കയറുമ്പോൾ സൗത്ത് ഏഷ്യ ആയിട്ട് മെർജ് ചെയ്തു എന്നുള്ളതാണ് ഈ തിയറിയിൽ പറയുന്നത്. ഹിമാലയത്തിനെ അതുകൊണ്ടാണ് യങ് മൗണ്ടൻ എന്ന് പറയാം. കാരണം ഈ ഇങ്ങനെ ചേർന്നപ്പോൾ ഹിമാലയം മൗണ്ടൻസ് ഇങ്ങനെ പൊങ്ങി, ആ വെള്ളം അങ്ങനെ പൊങ്ങി, കടലിനെ അത് കട്ട പിടിച്ചു. അങ്ങനെയാണ് നമ്മള് മൗണ്ടൻ റേഞ്ചസ് വളരെ ഭൂമിശാസ്ത്രപരമായി നോക്കുമ്പോൾ ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസ് ആണ് ഏറ്റവും ചെറിയ മൗണ്ടൻ, അല്ലെങ്കിൽ പ്രായം കുറഞ്ഞ മൗണ്ടൻ എന്ന് പറയാം. അപ്പൊ സെൽഫ് ഡിപ്പെൻഡന്റ് ആണ് അത്. ബൗണ്ടറീസ് നേച്ചറൊക്കെ ഫോസിൽ ഫ്യൂവൽസ് ഉള്ള ഒരു മൗണ്ടൻസ് ആണ്. പ്ലൂറാലിറ്റി, കൾച്ചറും റിലീജിയനും തമ്മിലുള്ള പറയുമ്പോഴത്തേക്കും ഈ ഇക്കണോമിക് ഫോർമേഷൻ, കൾച്ചറൽ പാറ്റേൺ, ലാർജ് ആയിട്ടുള്ള ലാംഗ്വേജ് ഗ്രൂപ്പിംഗ്സ്, റിലീജിയസ് കമ്മ്യൂണിറ്റീസ്, കാസ്റ്റ്, സബ് കാസ്റ്റ്, കുസിനി, അതായത് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുന്നത്, ആർട്ട് ഐറ്റംസ് അല്ലെങ്കിൽ ക്രാഫ്റ്റ് ഐറ്റംസ്, എല്ലാത്തിലും ഒരേമാതിരിയുള്ള ഒരു ലുക്ക്, അതേമാതിരിയുള്ള വിസിബിൾ ആയിട്ടുള്ള വ്യത്യാസങ്ങളും കാണാം. അത് റിലീജിയനിലും കാണാം, മതത്തിലും കാണാം. ഇനി റിലീജിയസ് ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ത്യൻ കോണ്ടിനെന്റിലെ സബ് കോണ്ടിനെന്റ് നമുക്ക് ആദ്യകാലത്ത് ഉണ്ടായിരുന്ന റിലീജിയൻ ഹിന്ദുയിസം ആണ്. അതിൽ നിന്ന് പുറത്തേക്ക് വന്നതാണ്, പിരിഞ്ഞു വന്നതാണ് സിഖിസം, ബുദ്ധിസം, ജൈനിസം. അതിന്റെ ശേഷം യൂറോപ്യൻസിന്റെ വരവോടുകൂടി ക്രിസ്ത്യാനിറ്റി വരുന്നു. അതേമാതിരി മുസ്ലിം റൂളേഴ്സ് വരുമ്പോൾ ഇവിടെ ഇസ്ലാമും വരുന്നു. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബേസിക് ആയിട്ട് ഹിന്ദു കൾച്ചർ ആയിരുന്നു. അതിൽ നിന്ന് ഈ സിമിലാരിറ്റീസ് ബുദ്ധിസത്തിലും ജൈനിസത്തിലും സിഖിസത്തിലും കാണാൻ പറ്റും. ഇതിനെ ഏതേത് രാജ്യങ്ങളിൽ അവരവരുടെ സൗകര്യങ്ങൾ അനുസരിച്ച് അവർ ആക്സെപ്റ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ആ ഡൈവേഴ്സിറ്റി അവിടെ കാണുന്നത്. ലിംഗ്വിസ്റ്റിക് എന്ന് പറയുന്നത് അഗെയിൻ ഭാഷേനെ പറ്റി തന്നെയാണ്. ഈ ഭാഷകൾ ആദ്യകാലങ്ങളിൽ നമ്മൾ ഋഗ്വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് സാൻസ്ക്രിറ്റ് ആണ് ഭാഷയായിട്ടുള്ളത് ഇന്ത്യയില്. പിന്നെ തമിഴ് വന്നു, ദ്രവീഡിയൻ ലാംഗ്വേജ് തമിഴ് വന്നു. പിന്നെ കാലക്രമേണ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഫ്രീ ആയി വരുമ്പോഴത്തേക്ക് 22 ഒഫീഷ്യൽ ലാംഗ്വേജസ് വരുന്നു. അതേമാതിരി പാകിസ്ഥാനിലും വളരെ വ്യത്യാസമായിട്ട് കാണുന്ന ലാംഗ്വേജസ് ആണ് പഞ്ചാബി, ഉറുദു, പാസ്തോ, സിന്ധി.
സർക്കാരി, ഇതൊക്കെ നാച്ചുറൽ ആയിട്ട് സംസാരിക്കുന്ന, അത് ഡയലക്റ്റ് വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ തൃശ്ശൂരിൽ സംസാരിക്കുന്ന ഭാഷയല്ല കോഴിക്കോട് സംസാരിക്കുന്നതും തിരുവനന്തപുരം. അപ്പൊ ഡയലക്റ്റ് മലയാളം ആണെങ്കിൽ തന്നെ വ്യത്യാസമുള്ളമാതിരി തന്നെ ഇവിടെയും ആ വ്യത്യാസങ്ങൾ കാണാൻ പറ്റും ലാംഗ്വേജിൽ. ഇനി എത്നിക് ലാൻഡ്സ്കോപ്പില്, അതായത് നമ്മളുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ സൗത്ത് ഏഷ്യയുടെ കൺട്രോൾ നോക്കി വരുമ്പോൾ ദ്രവീഡിയൻ, ഇൻഡോ ആര്യൻ ഗ്രൂപ്പ് ഉണ്ട്, ദ്രവീഡിയൻ ഗ്രൂപ്പ് ഉണ്ട്, ടിബറ്റോ ബർമൻ ഗ്രൂപ്പ് ഉണ്ട്, ടർക്കോ ഇസ്ലാമിക് ഇറാനിക് ഗ്രൂപ്പ് ഉണ്ട്. ഇതിലൊക്കെ ആ രൂപത്തിൽ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ ജനിക്കുന്നവരുടെ നമ്മളുടെ വ്യത്യാസങ്ങൾ, ചെറിയതായ ശരീരത്തിലും വ്യത്യാസങ്ങൾ കാണാൻ പറ്റും, വിചാരത്തിലും വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. അപ്പൊ ഈ ഡൈവേഴ്സിറ്റി കൊണ്ട് തന്നെയാണ് അവര് ജീവിച്ചു വരുന്നത്. നമ്മുടെ ഹെക്ട്രോജനസ് ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞ ശേഷവും എത്നിക് ഹോമോജനിറ്റി ഉപയോഗിച്ചുകൊണ്ട് അവര് കമ്പാരിസൺ നടത്തി പോകുന്നു. കൺട്രികളിൽ, ഏഷ്യൻ കൺട്രികളിൽ വളരെ കമ്പാരിസൺ ഒരേ മാതിരി തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലാൻഡ്സ്കേപ്പാണ് നമ്മളുടെ ഏഷ്യൻ രാജ്യഘട്ടങ്ങൾ. ഇവിടെ നമ്മൾ സോഷ്യലും ഇക്കണോമിക് വേരിയേഷൻസ്, സൊസൈറ്റിയിൽ എന്ത് വ്യത്യാസമുണ്ട്, ധനപരമായി എന്ത് വ്യത്യാസമുണ്ട് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ട്രഡീഷൻസ്, പഴയ ട്രഡീഷൻസും കോൺഫിഗറേഷൻ സോഷ്യൽ ഓർഡറിലുള്ള അനുസരിച്ചിട്ട് പോയിന്റ് സെഗ്മെന്റേഷൻ വന്ന് പതുക്കെയാണ് വ്യത്യാസം വരുന്നത്. ഈ സ്ത്രീകളുടെ സ്ഥാനം സൊസൈറ്റിയിൽ എന്തായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ ചെയ്യാം, എന്തെങ്കിലും ചെയ്യാൻ പാടില്ല, ആ ട്രൈബലും വുമന്റെ സ്റ്റേറ്റസിനെ പറ്റിയാണ് ഈ പരാമർശിച്ച് ഇവിടെ എക്കണോമിക്, അതുകൊണ്ട് അവരുടെ എക്കണോമിക് ധനപരമായിട്ടും അവർക്ക് എന്ത് വ്യത്യാസം ഉണ്ടായിരുന്നു. ഇനി യുണൈറ്റഡ് നേഷൻസ് പ്രോഗ്രാമില് UNDP എന്ന് പറയും. ഈ പ്രോഗ്രാം വഴി വേരിയേഷൻസ് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഒരു മനുഷ്യന്റെ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, അതാണ് മനുഷ്യന്റെ എത്രത്തോളം അവൻ ഇൻഡെക്സിൽ പോകുന്നു. ആ പ്രോഗ്രാമിനെയാണ് UNDP എന്ന് പറഞ്ഞിട്ട് യുണൈറ്റഡ് നേഷൻസ് 2020 കൊണ്ടുവന്നത്. ഇത് ഹോൾമാർക്കാണ്, ബെഞ്ച് മാർക്കാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ശ്രീലങ്ക വലിയ പൊസിഷനിൽ നിൽക്കുന്നുണ്ട്, 73ാമത്തെ റാങ്കിൽ വരുന്നുണ്ട്. അത് ഏത് ഏരിയയിലാണ് റാങ്ക് സിസ്റ്റം 73 കിട്ടിയിരിക്കുന്നത്? എഡ്യൂക്കേഷനും ഹെൽത്തും അവർ നല്ല വിധത്തിൽ നോക്കുന്നുണ്ട്. അതേസമയം ഏറ്റവും താഴ്ന്ന ലെവലിൽ കിടക്കുന്നത് അഫ്ഗാനിസ്ഥാനാണ്. അവിടുത്തെ പൊസിഷൻ 1169. കാരണം അവിടെ ഒരു കുറച്ച് സ്ലോ ആയിട്ടാണ് ഈ പൊസിഷൻസ് ഡെവലപ്മെന്റ്, മനുഷ്യന്റെ ഡെവലപ്മെന്റ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് അത് അവരുടെ രാജ്യപരമായും മതപരമായും വിശ്വാസങ്ങളും പ്രാക്ടീസും ഉണ്ട്. ഇനി നാഷണൽ ഇൻകവും പോപ്പുലേഷനും എങ്ങനെ കണക്റ്റഡ് ആവുന്നു? ഒരു രാജ്യത്തുള്ള നാഷണൽ ഇൻകം അവിടുത്തെ പോപ്പുലേഷൻ എത്രത്തോളം റിച്ച് ആയിട്ടുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ എത്രത്തോളം മിഡിൽ ക്ലാസ് ഉണ്ടാവും, അല്ലെങ്കിൽ എത്രത്തോളം പുവർ ആയിട്ടുള്ള താഴ്മയിൽ ബിലോ നോർമലിൽ അല്ലെങ്കിൽ ബിലോ പോവർട്ടി ലൈനിൽ താമസിക്കുന്നവർ എങ്ങനെയാണെന്നുള്ള കണ്ടുപിടിക്കുകയാണ് ഈ നാഷണൽ ഇൻകം വഴി നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ സൗത്ത് ഏഷ്യയിൽ നമ്മൾ നോക്കിയിട്ട് ഗ്ലോബലി നോക്കുമ്പോൾ ഇൻക്രീസ്ഡ് പെർസെൻറ്റേജ് 23.3% 1990 നിന്ന് 33.4% 2013 വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും മാക്സിമം ആയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇനി പൊളിറ്റിക്കൽ പ്ലൂറാലിസം, പൊളിറ്റിക്കലി ജീവിതത്തിൽ പൊളിറ്റിക്സ് ആവശ്യമുണ്ട്. ഇത് ഏതൊക്കെ കൺട്രികളാണോ അതിൻ്റെ അവരുടെ ദിനചര്യകളിൽ കൂടെ, അവർ വിശ്വാസത്തിൽ കൂടെ അവരെ പ്ലൂറാലിറ്റി അല്ലെങ്കിൽ പൊളിറ്റിക്കലി അവർ ഏത് രാജ്യത്തിൽ അല്ലെങ്കിൽ ഏത് വിധത്തിനാണ്, ഏത് പാർട്ടിനാണോ അവർ വിശ്വസിക്കുന്നത്, അങ്ങനെ പോകുന്നു ആ റീജിയൻസ്. ഇനി ഇതിനെ വെച്ചുകൊണ്ടാണ്, പാർട്ടി വെച്ചുകൊണ്ടാണ് ഗവൺമെന്റ് ഫോം ചെയ്യുന്നത്. ആ ഗവൺമെന്റ് ഫോം ചെയ്യുമ്പോൾ നമ്മൾ കാലഘട്ടത്തിൽ കണ്ടത് എന്താ വെച്ചാൽ, നമ്മളിവിടെ ബ്രിട്ടീഷുകാരുടെ വരവിന് ശേഷം ഒരു പാർലമെന്ററി സിസ്റ്റം ഗവൺമെന്റ് ആണ് ഫോളോ ചെയ്തിരുന്നത്. കാരണം ഈ പാർലമെന്ററി സിസ്റ്റം ഇന്ത്യയിൽ മാത്രമല്ല, പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും നേപ്പാളിലും ഇതേ പൊളിറ്റിക്കൽ സെറ്റപ്പാണ് ഫോളോ ചെയ്തു വന്നത്. കാരണം ഇവിടെയൊക്കെ ഇവരുടെ പ്രസൻസ് കൊണ്ട്, കണ്ടിന്യൂസ് പ്രസൻസ് കൊണ്ട് ഒരുപാട് വർഷകാലം ഇവരുടെയൊക്കെ കൺട്രോളില്, ബ്രിട്ടീഷിന്റെ കൺട്രോളിൽ ഇരുന്നത് കൊണ്ടുള്ള അത് പരിണാമമാണ്. അതേസമയം ഭൂട്ടാൻ, ശ്രീലങ്കയിലൊക്കെ പാർലമെന്ററി ഫോം ഒരു വ്യത്യാസം ഉണ്ടാവും അവിടെ. അതേമാതിരി തന്നെ അഫ്ഗാനിസ്ഥാനും മാലദ്വീപ്സില് പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെന്റ് ആണ് ഫോളോ ചെയ്യുന്നത്. പ്രസിഡന്റ് ആണ് ടോപ്പ് ലെവലിലുള്ള
അതോറിറ്റി. അതാണ് അവിടെ പ്രസിഡൻഷ്യൽ ഫോം. അപ്പോൾ ജനങ്ങൾ നേരെ പ്രസിഡന്റിനാണ് ഇലക്ഷൻ ചെയ്യുക. ഇന്ത്യയിൽ നമ്മൾ ഡെമോക്രസി വരുമ്പോഴത്തേക്കും നേരിട്ടല്ല വരുന്നത്, ഇൻഡയറക്റ്റ് ആയിട്ടാണ് വരുന്നത്. ഡെമോക്രസി ഈ വർക്കിംഗ് ഡൈവേഴ്സിറ്റിയും പ്ലൂറാലിസവും പ്രൊഡ്യൂസ് നേഷൻ സ്റ്റേറ്റ്സിനെ ഉണ്ടാക്കുകയും അതുവഴി ട്രാങ്കുലിറ്റി അതിന്റെ സ്ഥിരാവസ്ഥ കൊണ്ടുവരികയും ചെയ്തു. ഇവിടെ നമ്മൾ ലാംഗ്വേജസ്, റിലീജിയസ്, എത്നിക്സിനെ തന്നെ ബേസ് ചെയ്താണ് ഈ ഡൈവേഴ്സിറ്റി പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്. ലിംഗ്വാസ്റ്റിക്സ് ഇഷ്യൂസ് ഞാൻ നേരത്തെയും പറഞ്ഞു. ഇതില് മേജർ ലാംഗ്വേജസ് ടെറിട്ടോറിയൽ യൂണിറ്റ്സിൽ താമസിക്കുന്നതനുസരിച്ച് അവർ പെർട്ടിക്കുലർ ആയിട്ട് ലാംഗ്വേജ് സംസാരിക്കും. ആ ലാംഗ്വേജിനെ ഫോർമുലേറ്റ് ചെയ്യും. ലിപി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷെ ലാംഗ്വേജസ് സ്ലാങ് വ്യത്യാസം ഉണ്ടാവും, ലിംഗ്വിസ്റ്റിക് ആസ്പിറേഷൻസ് വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഇന്ത്യയിലും ശ്രീലങ്കയിലും നേപ്പാളിലും ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തിരുന്നു. ഈ ശ്രീലങ്കൻ ലാംഗ്വേജ്, നമ്മളിപ്പോൾ ശ്രീലങ്കയിൽ പോയാൽ തമിഴ്, ഇന്ത്യൻ ലാംഗ്വേജ് തമിഴ് അവിടെ ഒരു ബേസിക് ലാംഗ്വേജ് ആയിട്ട് കാണുന്നുണ്ട്. ഇതേമാതിരി തന്നെ റിലീജിയസ് പ്ലൂറാലിസം, അതായത് ജീവിത മാർഗത്തിൽ കൂടി മതപരമായിട്ടുള്ള ഒരു മതമല്ല, പല മതങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് വെച്ചാൽ ഈ മതവിശ്വാസം, അവനവന്റെ വിശ്വാസം, എൻ്റെ വിശ്വാസമാണ് എൻ്റെ മതം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒറ്റ വ്യത്യാസമായിട്ട് വരുന്നത് ഈ ഓർത്തഡോക്സ് ആയിട്ടുള്ളവരുണ്ടോ, അല്ലെങ്കിൽ സുന്നി ഉണ്ടോ, അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യത്യാസമുണ്ട്. ഇപ്പൊ ക്രിസ്ത്യാനിറ്റിയിൽ തന്നെ റോമൻ കാത്തലിക്സ് ഉണ്ട്, പലവിധ വേരിയേഷൻസ് ഉണ്ട്. ഇപ്പൊ ഇതൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കും ബേസിക്കലി ഒന്നാണെങ്കിൽ കൂടി ക്രിസ്ത്യാനിറ്റി ആയാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും അവരുടേതായ അടിസ്ഥാന മതം ഒന്നാണെങ്കിലും പക്ഷെ അതിൽ നിന്നും സബ് ഡിവിഷൻസ് ആയിട്ട് വേരിയേഷൻസ് വരുമ്പോഴാണ് നമ്മൾ അതിനെ റിലീജിയസ് പ്ലൂറാലിസം എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ഈ ലാംഗ്വേജ് ഈ സിസ്റ്റത്തിൽ കൊണ്ടുവന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ ഗവൺമെന്റിന്റെ ഫോർമേഷനും ഗവൺമെന്റിന്റെ വർക്കും ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇന്ത്യയും ഇന്ത്യയുടെ നെയ്ബർഹുഡ് ആയിട്ടുള്ള സോഷ്യൽ, പൊളിറ്റിക്കൽ, ഇക്കണോമിക്കൽ ഒക്കെ വന്നു. ഇതോടുകൂടിയാണ് ഈ ചാപ്റ്റർ തീരുന്നത്. നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. അത് ഇത്തിരി കൂടെ വലിയ ചാപ്റ്റർ ആണ്. ആ ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത് ഈ പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ് തന്നെയാണ്. ഇന്ത്യയിലെ പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ് എങ്ങനെ വന്നു, പ്രോസസ് എങ്ങനെ വന്നു, പാകിസ്ഥാൻ എങ്ങനെ വന്നു, അല്ലെങ്കിൽ ബംഗ്ലാദേശ് എങ്ങനെ വന്നു. ഈ ബംഗ്ലാദേശ് ക്രൂഷ്യലായിട്ട് പോകുന്നത് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് പല ആംഗിളിൽ നിന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ ഏറ്റവും വലിയ 3 സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളുണ്ട്. അതില് വ്യത്യാസങ്ങൾ വളരെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ കൂടെയും അത് ഒന്നിനോടൊന്ന് ഒരുമിച്ച് പോയിക്കൊണ്ടിരുന്നു. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇത് മൂന്നും ഇപ്പൊ 3 സൗത്ത് ഏഷ്യയിലത്തെ രാജ്യങ്ങളാണ്. അത് വന്നിട്ട് ആ കാലഘട്ടങ്ങൾ വർഷങ്ങളോളം ഒരു വലിയ എന്താണ് ഭാരതം എന്നുള്ളത് ഒരു വലിയ ഭൂഖണ്ഡമായിരുന്നു. അത് എപ്പോഴാണോ പാർട്ടീഷനൊക്കെ വന്നത്, പാർട്ടീഷന് ശേഷമാണ് പാകിസ്ഥാൻ വന്നത്, അതേമാതിരി തന്നെ ബംഗ്ലാദേശ് വന്നത്. അപ്പോ ഇവിടെയും നമുക്ക് സിമിലാരിറ്റിയും ഇവർ തമ്മിൽ ഉള്ള ബന്ധങ്ങളും അതേമാതിരി അവരുടെ വിചാരങ്ങൾക്കൊക്കെ കാണാൻ പറ്റുന്നതാണ്. ഇനി ഈ 2 നേഷൻ തിയറി എന്നുള്ളത് നമ്മുടെ ബ്രിട്ടീഷിന്റെ കാലഘട്ടത്തിൽ, ബ്രിട്ടീഷ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അവര് ബംഗാളിനെ ആദ്യകാലത്ത് 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. ആ ഡിവൈഡ് ചെയ്തത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ് എന്നുള്ള പോളിസിയിലാണ് അത് ഡിവൈഡ് ചെയ്തത്. ബംഗാളിനെ ഈസ്റ്റ് ബംഗാളും വെസ്റ്റ് ബംഗാളും എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേഷൻ വർക്കിന് വേണ്ടിയിട്ടാണെങ്കിൽ കൂടിയും അതായിരുന്നു ഇന്ത്യയിലെ ഒരു വിത്തുപാകൽ. അതായത് ബ്രിട്ടീഷുകാരുടെ കൊളോണിയൽ റൂള് തീരുന്ന സമയത്തും അല്ലെങ്കിൽ ഇന്ത്യക്ക് ഫ്രീഡം, ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് കൂടുതലായിട്ട് നമ്മൾ ഫ്രീഡത്തിന് വേണ്ടി അലമുറയിട്ട് ശ്രമിക്കുന്ന സമയത്തും അവസാന കാലഘട്ടത്തിൽ മുസ്ലിം ഗവൺമെന്റിന്റെ കീഴിൽ മുസ്ലിം തിയറീനെ വിശ്വസിക്കുന്ന ഒരു രാജ്യം ഉണ്ടാക്കിയെടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഹിന്ദു മുസൽമാൻ യൂണിറ്റീനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാരെ ബംഗാൾ ഡിവൈഡ് ചെയ്തതും ആ അന്നിട്ട വിത്ത് വളർന്ന് വലുതായി 1947 അതൊരു വലിയ 2 നേഷൻ തിയറിക്ക് വന്ന് എത്തുകയും ചെയ്തു. ഒരു ഹിന്ദു മെജോറിറ്റി നേഷനും ഒരു മുസ്ലിം മെജോറിറ്റി നേഷനും. അതാണ് ആ 47 ഓഗസ്റ്റ് 15 2 നേഷൻ തിയറി
നിർബന്ധമായിട്ടും അത് സൈൻ ചെയ്യേണ്ടി വന്നു. ആ സൈൻ ചെയ്തതിന് ശേഷമാണ് ഇന്ത്യക്ക് ഫ്രീഡം കിട്ടിയതും. അതേമാതിരി തന്നെ പാകിസ്ഥാൻ എന്നുള്ള ഒരു പുതിയ രാജ്യം അല്ലെങ്കിൽ പുതിയ നേഷൻ ഐഡന്റിഫൈ ചെയ്തതും ആ സമയത്താണ്. ഇനി വെസ്റ്റ് പാകിസ്ഥാൻ എന്താണ്, ഈസ്റ്റ് പാകിസ്ഥാൻ ഉണ്ട്. അതിന്റെ കൂടെ ബംഗ്ലാദേശിന്റെ ജന്മം. അപ്പോ ഈ പാകിസ്ഥാൻ 14 തീയതി അല്ലെങ്കിൽ ഓഗസ്റ്റ് 14/7 2 സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. ഒന്ന് ഫിസിക്കലി ലിംഗ്വിസ്റ്റിക്കലി വെസ്റ്റേൺ സൈഡിൽ വരുന്നതിനെയാണ് വെസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയാം. അതേമാതിരി തന്നെ ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് വരുന്നത് നമ്മളുടെ കൽക്കട്ട ബംഗാൾ ആ ഏരിയയിലുള്ളതാണ് ഈസ്റ്റ് പാകിസ്ഥാൻ. ഇങ്ങനെയാണ് പാകിസ്ഥാൻ, അതായത് ഇന്ത്യയുടെ ഭൂപടം എടുത്തു നോക്കിയാൽ ഒരു ഭാഗം ഇപ്പുറത്തും ഒരു ഭാഗം ഇപ്പുറത്തും ബേ ഓഫ് ബംഗാളിന്റെ അടുത്തായിട്ട് വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഈസ്റ്റ് പാകിസ്ഥാൻ ഒരു ലേറ്റർ ഓൺ, കുറച്ച് കാലങ്ങൾക്ക് ശേഷം 1971 ബംഗ്ലാദേശ്, ഈസ്റ്റ് പാകിസ്ഥാൻ, കിഴക്കൻ പാകിസ്ഥാന് ഒരു സെപ്പറേറ്റ് ഐഡന്റിറ്റി വേണം എന്ന് പറയും. അതിന്റെ കാരണം എന്താ വെച്ചാൽ അവരുടെ ലാംഗ്വേജ് ആണ്, അവരുടെ ലാംഗ്വേജും അവരുടെ ഇന്ററാക്ഷനും ഡിപ്ലോമസിയും അവരുടെ മിലിറ്ററിയും. അങ്ങനെയാണ് ഈ ബംഗ്ലാദേശ് എന്നുള്ള ഒരു രാജ്യം വരുന്നത്. അത് പിന്നാലെ വരുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് ഇന്ത്യയിൽ വന്ന് ഫസ്റ്റ് കൺട്രി, ഇന്ത്യൻ ഗവൺമെന്റ് ആദ്യമായിട്ട് ഈ ബംഗ്ലാദേശിന്റെ ബംഗാളി ലാംഗ്വേജ് സംസാരിക്കുന്ന രാജ്യം, അതാണ് അതിന്റെ അർത്ഥം. ബംഗ്ലാദേശ് ലാംഗ്വേജ്, ബംഗാൾ ലാംഗ്വേജ്, ബംഗാളിയിൽ താമസിച്ചിരുന്നവർ അവരുടെ ഭാഷ സംസാരിക്കുന്നത് കൊണ്ടുണ്ടായ ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. അതിനെ ഇന്ത്യൻ ഗവൺമെന്റ് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു, റെക്കഗ്നേഷൻ കൊടുക്കുകയും ചെയ്തു. ഇന്ത്യ ആയിരുന്നു ഏറ്റവും ഫസ്റ്റ് ആയിട്ട് ഈ ബംഗ്ലാദേശിനെ റെക്കഗ്നേഷൻ കൊടുത്ത കൺട്രി. ഇനി കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേറ്റസ് എന്താന്ന് നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേറ്റസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും 1950 ഇന്ത്യ ഫുള്ളായിട്ട് ഫ്രീ ആവുന്നത്, അല്ലെങ്കിൽ നമ്മൾ റിപ്പബ്ലിക് ആവുന്നത്. ആ സമയത്താണ് നമ്മൾ കൾച്ചറലായിട്ടും സോവറിനായിട്ടും നമ്മൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ഭരണഘടന ഉണ്ടാക്കിയെടുക്കാണ്. ഈ ഭരണഘടനയിൽ കൂടെ നമ്മളുടെ സോവറിനിറ്റി, നമ്മളുടെ ഡെമോക്രാറ്റിക് ആറ്റിറ്റ്യൂഡ്, നമ്മളുടെ റിപ്പബ്ലിക്, ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ അവിടെ നമ്മൾ പറയുന്നു സെക്കുലറിസം. എന്തൊക്കെ വിധത്തിൽ എല്ലാ മതങ്ങളും ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാം. അതാണ് സെക്കുലർ സ്റ്റേറ്റിന്റെ വ്യത്യാസം. അപ്പോൾ നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിച്ചാലും നിങ്ങൾക്ക് ഇവിടെ താമസിച്ചുകൊണ്ട് നിങ്ങളുടെ മതപരമായ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാം. അതിന് രാജ്യം അല്ലെങ്കിൽ രാഷ്ട്രം ഒരിക്കലും അതിന് എതിര് നിൽക്കില്ല. ദാറ്റ് ഈസ് കോൾഡ് സെക്കുലറിസം എന്ന് പറയുന്നത് അതിനാണ്. അല്ലാണ്ട് ഇന്ന മതം നിർബന്ധമായിട്ടും ഈ മതം തന്നെ ഫോളോ ചെയ്യണം എന്ന് പറയുമ്പോൾ അപ്പോൾ അവിടെ അത് സെക്കുലർ സ്റ്റേറ്റ് ആവുന്നില്ല. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സെക്കുലറിസത്തിൽ വിശ്വസിക്കുന്നവരാണ്, ഡെമോക്രസിയിൽ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്തു. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സോഷ്യലി, പൊളിറ്റിക്കലി എല്ലാവർക്കും ഏത് പാർട്ടിയിലും, ഒരു ഇന്ത്യൻ സിറ്റിസന് ഏത് പാർട്ടിയിലും ജോയിൻ ചെയ്യാം. ഏത് പാർട്ടി നിങ്ങൾ വിശ്വസിക്കുന്നു, ഏത് മതം നിങ്ങൾ വിശ്വസിക്കുന്നു, അതിനെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. ആ മതത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങളുടെ മതത്തിന് വേണ്ടി പ്രവർത്തിക്കാം. ഇതൊക്കെ വരുന്നത് ആ സെക്കുലറിസത്തിലാണ്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന മുഖാന്തരം നമുക്ക് ഒരു വിധത്തിലുള്ള ഒബ്ജക്ഷനും അവിടെ വരുന്നില്ല. ഇനി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആക്ട് കൊണ്ടുവരാണ്. ആ ആക്ട് വഴി നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ 1946 റെസൊല്യൂഷൻ പാസ്സാക്കി. റെസൊല്യൂഷനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സോവറിൻ റിപ്പബ്ലിക് ആൻഡ് യൂണിയൻ ആണ് ഇന്ത്യൻ ഗവൺമെന്റ്. അപ്പൊ ഇവിടെ മനുഷ്യർക്ക് ഒരു വിധത്തിലും നിങ്ങളുടെ സ്വന്തം കഴിവുകളെ അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ഒരു വിചാരങ്ങളെയോ ആശയങ്ങളോ ഒരു കാരണവശാലും ഇന്ത്യൻ ഗവൺമെന്റ് എതിർക്കില്ല. ഇന്ത്യൻ ഗവൺമെന്റ് 26 തീയതി ജനുവരി, നമ്മൾ 1947 ഓഗസ്റ്റ് നമ്മൾ ഫ്രീ ആണെങ്കിൽ കൂടെയും ഫുള്ളി അല്ലെങ്കിൽ ഈ ഭരണഘടന ഉണ്ടായ ശേഷം, അതായത് 26 ജനുവരി 1950 ഡോക്ടർ അംബേദ്കറുടെ കമ്മിറ്റി ഫോർമേഷൻ ചെയ്യുകയും അപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റിനെ
ഇന്ത്യൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ മെച്യൂർ ആയിട്ടില്ല, സ്വന്തമായിട്ട് ഭരിക്കാൻ ഇന്ത്യ മെച്യൂർ ആയിട്ടില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഈ 2 years ഗ്യാപ്പ് അവിടെ നമ്മൾക്ക് കാണുന്നത്. 47 നമ്മൾ ഫ്രീ ആയാൽ കൂടിയും 50 നമ്മൾ പൂർണ്ണമായും ഇന്ത്യ എന്നുള്ള ഒരു കൺട്രി ആയിട്ട് ഫോം ആവുന്നത്. അത് കോൺസ്റ്റിറ്റ്യൂഷണൽ 26th January നമ്മൾ 1950 അതൊരു കമ്മിറ്റി ഉണ്ടാക്കുന്നുണ്ട്, അതിന്റെ ഹെഡ് ഉണ്ട്, അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് നടക്കുന്നുണ്ട്, റിട്ടേൺ ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. ആ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരുമ്പോഴാണ് ഇന്ത്യ പൂർണ്ണമായിട്ടും ഭാരതം നല്ല ആ ലെവലിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താ പറയുന്നത് വെച്ചാല്, കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓരോ സ്റ്റേറ്റിനും അതിൻ്റെതായ പവർ ഉണ്ട്, അതിൻ്റെതായ ഫങ്ഷൻ ഉണ്ട്, അതിന്റെ ഓരോ സ്റ്റേറ്റിന് കീഴിൽ ഓർഗൻസ് ഉണ്ട്. ഓർഗൻസ് എന്ന ഭാഗങ്ങൾ. ഏത് ഭാഗമാണ്? എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങൾ നടത്തിപ്പിക്കാറാണ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു റൂള് കൊണ്ടുവരുന്നതിന് മുമ്പ് അതിനെപ്പറ്റി പരാമർശിച്ച് പ്രോസ് ആൻഡ് കോൺസ് ആലോചിച്ച് ഡിസ്കസ് ചെയ്ത് അപ്പോൾ അവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ലെജിസ്ലേച്ചർ. ലെജിസ്ലേച്ചർ കഴിഞ്ഞ് ഇത് എക്സിക്യൂഷൻ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും വിധത്തിൽ അവിടെ പരസ്പര വിരുദ്ധമായിട്ടോ എന്തെങ്കിലും പവറിന്റെ ഫങ്ഷൻ വരുമ്പോൾ ആ ഫങ്ഷന് കൂടെ ജനതയ്ക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ജനതയ്ക്ക് എന്തെങ്കിലും കഷ്ടം വരുമ്പോഴാണ് നിയമം, ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ നിയമമാണ്. നിയമം മുഖാന്തരം നമ്മൾക്ക് നമ്മളുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ പവറ്, നമ്മളുടെ റൈറ്റ്, ഫണ്ടമെന്റൽ റൈറ്റ് എടുക്കാം. അതിനാണ് ഈ 3 മെയിൻ ഓർഗൻസ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളത്: എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. അപ്പോൾ ഈ ഓരോ കൺട്രിക്കും ഓരോ സിറ്റിസണും എൻ്റെ രാജ്യത്തിൽ എൻ്റെ സ്റ്റേറ്റിനോടുള്ള റിലേഷൻഷിപ്പ്, ഞാൻ ഇന്ത്യൻ പൗരനാണ്, ഇന്ത്യൻ പൗരത്വമുള്ള ഒരാളാണെങ്കിൽ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഇതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ സോവറിൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത് ഇറ്റ് ഈസ് എ സോവറിൻ, ഇറ്റ് ഈസ് എ സോഷ്യലിസ്റ്റ് വ്യൂസ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സെക്യുലറിസം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഡെമോക്രാറ്റിക് തിങ്കിങ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എൻകറേജ് ചെയ്യുന്നു. ഡെമോക്രസി എൻകറേജ് ചെയ്യുന്നു. ഡെമോക്രസി എന്ന് പറയുമ്പോൾ റൂൾ ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ ആൻഡ് ഓഫ് ദ പീപ്പിൾ എന്നാണ്. അപ്പോൾ അവിടെ നമ്മൾ ജനങ്ങളാൽ, ജനതയാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് ആണ് വരുന്നത്. അതിനാണ് ഡെമോക്രസി എന്ന് പറയാ. രാജ്യഭാരം, രാജ്യത്തിന്റെ രാജാവ്, ഇപ്പൊ ഖലീഫ മരിച്ചുപോയി, അങ്ങേരുടെ മകനായിരിക്കും അടുത്ത രാജാവ്. അത് മൊണാർക്കിയാണ്. അത് മൊണാർക്കിക്കൽ ഫോം ഓഫ് ഗവൺമെന്റ്. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മൊണാർക്കി ഇല്ല. രാജാക്കന്മാരുണ്ടായിരുന്നു കാലഘട്ടങ്ങളിൽ, നേരത്തെ കാലഘട്ടങ്ങളിൽ രാജാക്കന്മാരുണ്ടായിരുന്നു. പക്ഷെ ഫ്രീഡം കിട്ടിയ ശേഷം നമ്മളുടെ രാജപദവിയും രാജവാഴ്ചയും കുറഞ്ഞ് ഡെമോക്രാറ്റിക് തിങ്കിങ്ങില് നമ്മൾ ജനങ്ങളാൽ ജനസമ്മതൻ ഉള്ള ഒരു പാർട്ടി വരികയും ആ പാർട്ടി മെമ്പേഴ്സ് ആയിരിക്കും അടുത്ത ഗവൺമെന്റ് ഫോം ചെയ്യുന്നതും. അങ്ങനെയാണ് ഈ ഗവൺമെന്റ് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെന്റിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഭാരത് എന്ന് പറയുന്ന ഒറ്റ ഒരു രാജ്യമല്ല, ചെറിയ രാജ്യങ്ങളുടെ ഒരൊറ്റ യൂണിയനാണ്. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാ പറയാ. അപ്പോ ഒരു രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലെ പല രാജാക്കന്മാരുടെയും പല ഭരണാധികാരികളും ഉണ്ടായിരുന്നതെല്ലാം കൂടെ ഒരുമിച്ച് ഒറ്റ ഒരു കൊടക്കീഴിൽ കൊണ്ടുവരികയാണ് ഈ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ വഴി നമ്മൾ ശ്രമിച്ചതും ഇന്ത്യൻ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഫ്രീഡം സമയത്ത് നമ്മൾ ഉദ്ദേശിച്ചതും അതാണ്. എല്ലാം ഒരുമിച്ച് ഒരു ഗവൺമെന്റ്, അതേസമയം ഫെഡറൽ സിസ്റ്റമും അല്ലെങ്കിൽ ഫെഡറൽ ലെവലിലുള്ള തിങ്കിങ് പവറും പ്രാക്ടീസിങ് പവറും കൊടുത്തിരിക്കണം, അതും വേണം. അപ്പോൾ ഇവിടെ ഒരു നല്ലൊരു മിക്സറാണ്. ഫെഡറലിസം ഉണ്ട്, അവനവൻ്റെതായ ഡെമോക്രസി ഉണ്ട്. അങ്ങനെയുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ്. നമ്മൾക്ക് എന്ത് ചെയ്യാം, ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിൽ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാം. ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാം, എന്ത് ചെയ്യാൻ പാടില്ല, അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രകാരമാണ് എല്ലാ രാജ്യങ്ങളും, സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും ഫങ്ഷൻ ചെയ്യുന്നത്. ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസിനെ ഫോളോ ചെയ്തുകൊണ്ടാണ്.
ഇനി 2 houses പാർലമെന്ററി ഗവൺമെന്റ്. 2 houses എന്ന് വെച്ചാൽ 2 ഹൗസ് അല്ലെങ്കിൽ 2 സഭകൾ, അതിനാണ് നമ്മൾ 2 houses എന്ന് പറയാം. ഇവിടെ ഇന്ത്യയിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് 2 houses ആണ്. ആദ്യമായിട്ട് നമ്മൾ പറയുമ്പോൾ ഒരു സെൻട്രൽ ഗവൺമെന്റ്, ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ്. ചില സ്റ്റേറ്റ് ഗവൺമെന്റിൽ ഒരു അസംബ്ലിയിൽ തന്നെ ഒരു ഒറ്റ അസംബ്ലി ഉണ്ടാവും, 2 അസംബ്ലി ഉണ്ടാവും. അത് അവനവന്റെ സൗകര്യം അനുസരിച്ചും കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച്. ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള നമുക്ക് ഭരിക്കാനുള്ള പവറിനെ നമ്മൾ വിഭജിച്ചെടുത്തിരിക്കുന്നു. സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഹോൾ ഇന്ത്യ ഫുള്ളായിട്ടുള്ള ഇന്ത്യയുടെ ഒരു കൺട്രോളിങ് പവർ ഉള്ളത് സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് ആണ്. ദാറ്റ് ഈസ് ഇൻ ഡൽഹി. അതിന്റെ ഡൽഹി ഗവൺമെന്റിന്റെ കീഴിലാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് വരിക. അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതിന് നമ്മൾക്ക് 3 ലിസ്റ്റ് ആയിട്ടും വരുന്നുണ്ട്. അപ്പോ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് 2 ഹൗസിനെ പറ്റി പറയാനാണ്. ഈ 2 ഹൗസ് എന്ന് പറയുമ്പോഴത്തേക്കും രാജ്യസഭ ആൻഡ് ലോക്സഭ, ഇതാണ് 2 ഹൗസ് എന്ന് പറയുന്നത്. രാജ്യസഭ എന്ന് പറയുമ്പോൾ എല്ലാ സ്റ്റേറ്റ്സിന്റെ ഒരു കൗൺസില്, അപ്പർ ഹൗസ് എന്നും പറയാം. ഇതിനെ റെപ്രസെന്റ് ചെയ്ത് എല്ലാ സ്റ്റേറ്റ്സും റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അതേമാതിരി തന്നെ ലോക്സഭ, അവിടെ ഹൗസ് ഓഫ് പീപ്പിൾ എന്ന് പറയാം, ജനങ്ങളുടെ പ്രതിനിധികൾ ഉള്ള ഒരു ഹൗസാണ് ലോക്സഭ. ആ ലോക് എന്ന് പറഞ്ഞാൽ തന്നെ ഹിന്ദി വേർഡാണ് മനുഷ്യൻ എന്നർത്ഥം. അപ്പോ ആ സഭയിൽ ഇരിക്കുന്ന ആൾക്കാരെ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു റെപ്രസെന്റേറ്റീവ്സ് ആണെന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഈ ഇന്ത്യ കൺട്രി മുഴുവനും ഈ ലോക്സഭയിലെ എല്ലാ രാജ്യത്തു നിന്നും എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള റെപ്രസെന്റേറ്റീവ്സ് അവിടെ ഉള്ളത് കൊണ്ടും അവിടെയാണ് ലോക്സഭയിലാണ് ഏറ്റവും കൂടുതൽ ഡിസ്കഷൻസും ഡിബേറ്റ്സ് നടക്കുന്നത് കൊണ്ടും, ഇത് മാത്രമല്ല ഇവരുടെ ഇന്ത്യൻ ജനാധിപത്യം നടന്നു പോകണമെങ്കിൽ ലോക്സഭയ്ക്കാണ് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റില് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഈ പ്രാധാന്യം ഇന്ത്യൻ ഗവൺമെന്റ് ഫെഡറൽ സ്ട്രക്ചറിൽ കൂടിയും അതേസമയം യൂണിറ്ററി ഫീച്ചേഴ്സും കൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഇന്ന് രാവിലെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നുള്ള ലെവലില് നമ്മളുടെ മാഡം ചാർജ് എടുത്തു കഴിഞ്ഞു. കാരണം ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. പ്രസിഡന്റിന്റെ താഴെയാണ് പ്രൈം മിനിസ്റ്റർ ഹെഡ് ഓഫ് ദ ഗവൺമെന്റ് ആണ്, അതായത് ഭരണഘടന. അപ്പോ ഭരിക്കുന്ന ഒരു ഗ്രൂപ്പിന്റെ ഹെഡാണ് പ്രൈം മിനിസ്റ്റർ. അതേസമയം ഇന്ത്യ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇന്ത്യൻ സ്റ്റേറ്റിന് റെപ്രസെന്റേറ്റീവ് അല്ലെങ്കിൽ അതിന്റെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് അതിന്റെ തലവൻ. അത് തലവനായാലും ശരി തലവിയായാലും ശരി, അതിന്റെ കീഴിലാണ് ബാക്കിയുള്ള ഈ പവർ എല്ലാരും വരുന്നത്. അപ്പൊ പവേഴ്സ്, ഗവൺമെന്റിന്റെ പവറിനെ നമ്മൾ വിഭജിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട് 7ാമത്തെ ഷെഡ്യൂളില്, കോൺസ്റ്റിറ്റ്യൂഷന്റെ 7ാമത്തെ ഷെഡ്യൂളിൽ വളരെ ക്ലിയർ ആയിട്ട് എങ്ങനെ എന്തൊക്കെ എവിടെ ഏതിൽ ഡിസ്കസ് ചെയ്യാന്നുള്ളത് വിഭജിച്ചിട്ടുണ്ട്. നിങ്ങൾ അത് കോൺസ്റ്റിറ്റ്യൂഷൻ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. 73ലും 74ലും അമെൻമെന്റ് എന്ന് പറഞ്ഞാൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുക. 1993 ചില വ്യത്യാസങ്ങൾ കൂടെ ഉണ്ടാക്കി അതിൽ ഒരു 3ാമത്തെ ഒരു ലെവൽ കൂടെ കൂട്ടിച്ചേർത്തു. അമെൻമെന്റ് എന്ന് വെച്ചാൽ വ്യത്യാസം വരുത്തുക. ആ അമെൻമെന്റ് നടത്തി 3ാമത്തെ ഒരു ടയർ കൂടെ കൂട്ടിച്ചേർത്തു ലോക്കൽ ഗവൺമെന്റ് എന്നുള്ള ലെവലിൽ. ഇനി പാകിസ്ഥാൻ ഗവൺമെന്റ്, ഇവിടെ ഇപ്പൊ നമ്മൾ പല വിധത്തിലുള്ള ഗവൺമെന്റിനെ പറ്റി പരാമർശിച്ചു പോകും. പാകിസ്ഥാൻ പോകും, ബംഗ്ലാദേശ് പോകും. അതുകൊണ്ട് ഞാൻ ഇത്തിരി സ്പീഡിൽ പോകുന്നതായിരിക്കും. പാകിസ്ഥാൻ നമ്മളുടെ ഇന്ത്യ ഗവൺമെന്റ് ഫോം ചെയ്തതിന് ശേഷം തന്നെയാണ് പാകിസ്ഥാൻ ഗവൺമെന്റ് ഉണ്ടായിരിക്കുന്നത് 73-ൽ. അപ്പോ പാകിസ്ഥാൻ ഒരു റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ. അവിടെ അവര് ഉപയോഗിച്ചിട്ടുള്ളത് ഇസ്ലാമിന്റെ വിശ്വാസികൾ, ഇസ്ലാം മതത്തിനെ വിശ്വസിക്കുന്ന ആൾക്കാർ. അപ്പൊ റിലീജിയൻ ആണ് അവിടെ ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്തിട്ടുള്ളത്. പാകിസ്ഥാൻ കോൺസ്റ്റിറ്റ്യൂഷൻ അവരുടെ മതത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. അത് ഡ്രാഫ്റ്റ് ചെയ്തത് സുലിഫർ അലി ഭൂട്ടോ ഗവൺമെന്റ്. ഈ ഗവൺമെന്റ് ആണ്, സുലിഫർ അലി ഭൂട്ടോന്റെ ഗവൺമെന്റ് ആണ് ഈ ഡ്രാഫ്റ്റ് ഉണ്ടാക്കിയതും അതിനെ പാർലമെന്ററി നേച്ചറിൽ കൊണ്ടുവന്നിട്ട് അതിനെ ബൈക്യാമറൽ, 2 ഹൗസ് ബൈക്യാമറൽ കൊണ്ടുവന്നു. എന്നാലും മതമാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. കോൺസ്റ്റിറ്റ്യൂഷണൽ വഴി നമ്മൾ അല്ലെങ്കിൽ മതപരമായി ഭരണഘടനയിൽ കൂടെ സിറ്റിസൺ ഉണ്ടെങ്കിലും അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ടെങ്കിലും ഇവിടെയും ചില ഇസ്ലാമിക് കൺട്രോള്
ഖുറാന്റെയും സുന്ന മുസ്ലിമിന്റെയും കൺട്രോളിനെ കൂടെ അവർ ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിൽ ഗവൺമെന്റിൽ ത്വരിതമായി അല്ലെങ്കിൽ സ്ഥിരമായി അതിൽ ചേർത്തിട്ടുള്ളത് കൊണ്ടാണ് അത് ഇത്തിരി ഡിഫിക്കൽട്ടായിട്ട് നമുക്ക് തോന്നും. പക്ഷെ അവിടെയുള്ള ആ പാകിസ്ഥാൻ ഗവൺമെന്റിൽ അല്ലെങ്കിൽ പാകിസ്ഥാൻ നാഷണാലിറ്റി ഉള്ളവർക്ക് അത് തോന്നില്ല. കാരണം അവർക്ക് മതത്തിനോടുള്ള പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നുള്ളതിന്റെ സിദ്ധാന്തമാണ് ഇത്. ഇവിടെ പാകിസ്ഥാന്റെ ഫെഡറൽ സ്ട്രക്ചർ എങ്ങനെയാന്ന് വെച്ചാല് ആ രാജ്യത്തിനെ വിഭജിച്ചിട്ടുണ്ട്. പഞ്ചാബ്, സിന്ധ്, നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ, ഇത് ഖൈബർ പട്ടാൽവാല ആൻഡ് ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞ് പിരിച്ചിട്ടുണ്ട്. 1973 ഒരു സ്ട്രക്ചർ കൊണ്ടത് ഡിവൈഡ് ചെയ്തു. പവറിനെ, അവർക്ക് ഭരിക്കാനുള്ള പവറിനെ നാഷണൽ, അതേമാതിരി പ്രൊവിൻഷ്യൽ കൊണ്ടുവന്നാൽ അവരുടെ ഏരിയയിൽ ഏത് പ്രോവിൻസ് ആണോ ആ ഏരിയയിലുള്ള ഗവൺമെന്റ്. ഏതിനെ ബേസ് ചെയ്തിട്ടാണ്? പവറിന്റെ സെപ്പറേഷൻ ബേസ് ചെയ്തിട്ടാണ്. പ്രസിഡന്റ് സ്റ്റേറ്റിന്റെ ഹെഡ് ആണെങ്കിൽ പ്രൈം മിനിസ്റ്റർ ഹെഡ് ഓഫ് ദി ഗവൺമെന്റ്. അത് ഇന്ത്യയിലെ മാതിരി തന്നെയാണ്. അപ്പോൾ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ, അവിടെ നമ്മൾ അപ്പർ ഹൗസിന് സെനറ്റ് എന്ന് പറയുന്നു, ലോവർ ഹൗസിന് നാഷണൽ അസംബ്ലി എന്ന് പറയുന്നു. ഇന്ത്യൻ ഗവൺമെന്റില് അത് ഒന്ന് രാജ്യസഭ, പിന്നൊന്ന് ലോക്സഭ. നാഷണൽ അസംബ്ലി എന്ന് പറയുന്നത് ഇവിടെ പാകിസ്ഥാനിലെ നാഷണൽ അസംബ്ലി ആണെങ്കിൽ ഇന്ത്യയിൽ ലോക്സഭ. പ്രസിഡന്റ് പവേഴ്സ് എന്താ നോക്കാം. പാകിസ്ഥാൻ പ്രസിഡന്റിന്റെ പവർ എന്തൊക്കെയാണ്? ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആണ്. പ്രൈം മിനിസ്റ്റർ ഗവൺമെന്റിന്റെ ഹെഡ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ 2 ബൈക്യാമറൽ ലെജിസ്ലേച്ചേഴ്സ് ഉണ്ടെങ്കിൽ കൂടെയും അപ്പർ ഹൗസും ലോവർ ഹൗസും അസംബ്ലി ഉണ്ട്. ഈ പ്രസിഡന്റ് ആണ് പവർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ 8th അമെൻഡ്മെന്റ് വഴി 1985 ഡിസോൾവ് ചെയ്യാനും അതേമാതിരി പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചർ ഡിസ്മിസ് ചെയ്യാനുമുള്ള പവർ പ്രസിഡന്റിനുണ്ട്. പ്രസിഡന്റ് ഈ അമെൻമെന്റ് പാകിസ്ഥാൻ സിസ്റ്റത്തില് കുറച്ച് ചേഞ്ചസ് വന്നു. പാർലമെന്ററി ഡെമോക്രസിയും സെമി പ്രസിഡൻഷ്യൽ സിസ്റ്റം കൊണ്ടുവരികയും ചെയ്തു. ഇനി അടുത്തതായിട്ട് പാകിസ്ഥാൻ പ്രസിഡന്റിന്റെ പവേഴ്സ് പറയുമ്പോൾ 8th അമെൻമെന്റില്, അതായത് 18th അമെൻമെന്റ് പാകിസ്ഥാൻ ഒരു റൂള് പാസ്സാക്കി. ആ പവറിൽ നിന്ന് പാകിസ്ഥാൻ പ്രസിഡന്റിനെ മാറ്റാനോ ഡിസോൾവ് ചെയ്യാനോ, പാർലമെന്ററി സ്വന്തമായിട്ട് യൂണിലാറ്ററൽ ഡിസോൾവ് ചെയ്യാനോ സെമി പ്രസിഡൻഷ്യൽ ആക്കാനോ പാടില്ല. ആർമിക്ക് ഒരു പ്രാവശ്യം പവർ കൊടുത്തു 18ാമത്തെ അമെൻമെന്റ് വഴി. പൊളിറ്റിക്കൽ കൂടുതലായിട്ടുള്ള പവർ അവർ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ആധികാരമായിട്ട് 18 പ്രാവശ്യം അമെൻമെന്റ് ചെയ്ത് അതുവഴി കൺട്രോൾ എടുത്തു. കോൺസ്റ്റിറ്റ്യൂഷനെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബംഗ്ലാദേശിനെ പറ്റിയാണ്. ബംഗ്ലാദേശിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത് റിപ്പബ്ലിക് ഓഫ് ബംഗ്ലാദേശ്, അതായത് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ബംഗ്ലാദേശ് ഇസ് ദ സുപ്രീം ലോ. അവിടെ ലോ ഏറ്റവും പരമോന്നത പദവി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതിൽ പറഞ്ഞിട്ടുള്ളത് യൂണിറ്ററിയാണ്, ഒറ്റയ്ക്കുള്ള യൂണിറ്ററിയാണ്. അതേസമയം പാർലമെന്ററി ഡെമോക്രസി ഫോം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സ്, മനുഷ്യന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സും അതേമാതിരി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ജുഡീഷ്യറി ഉണ്ടാവണം. ഡെമോക്രാറ്റിക് ആയിട്ട് ലോക്കൽ ഗവൺമെന്റ് ഉണ്ടാവണം. ആ ലോക്കൽ ഗവൺമെന്റ് വഴി നാഷണൽ ബ്യൂറോക്രസിന്റെ ആ സിസ്റ്റത്തിൽ കൊണ്ടുവരണം. ഇതൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ബംഗ്ലാദേശിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് കൂടാണ്ട് അവര് പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ സൂപ്രമസി, അത് പാർലമെന്ററി സൂപ്രമസിക്ക് മേലെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് ഭരണഘടനാ വിധത്തിലുള്ള സൂപ്രമസിയും ഉണ്ടായിരുന്നു. ബംഗ്ലാദേശിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രാബല്യത്തിൽ വന്നത് 16-ാം തീയതി ഡിസംബർ 1972. അവിടെയും റിലീജിയൻ വരുന്നത് ഇസ്ലാമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഹിന്ദു റിലീജിയൻ ആണെങ്കിൽ ഇസ്ലാമിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഇസ്ലാമാണ്, അതായത് അവരുടെ സ്റ്റേറ്റ് റിലീജിയൻ ആയിട്ട് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ആ അഡോപ്ഷൻ വന്നിട്ടുള്ളത് 8ാമത്തെ അമെൻമെന്റ് 1988 8ാമത്തെ അമെൻമെന്റ് പ്രകാരമാണ് സ്റ്റേറ്റിന്റെ റിലീജിയൻ ആയിട്ട് ഇസ്ലാം. അപ്പോൾ ഇസ്ലാമിക് വ്യൂസ് അല്ലെങ്കിൽ മുസ്ലിം മതത്തിനെ അക്സെപ്റ്റ് ചെയ്യുന്നു ബംഗ്ലാദേശും. അടുത്തത് ഈ ബംഗ്ലാദേശിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ള എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന പവർ ഒരു കാരണവശാൽ അവർക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയിൽ കൂടെ എന്തൊക്കെ ചെയ്യാം, ആ പവേഴ്സ് ഒക്കെ റിപ്പബ്ലിക്കൻ ബിലോങ്ങിങ്ങിലാണ് കൊണ്ടുവരുന്നത്. അത് മാത്രമല്ല ബംഗ്ലാദേശിന്റെ ഭരണഘടനയിൽ ആയാൽ കൂടെയും പ്രൈം മിനിസ്റ്ററിനാണ്
ഗവൺമെന്റിന്റെ തലസ്ഥാനം, ഗവൺമെന്റിന്റെ പരമാധികാരം റെസ്റ്റ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്റർക്കാണ്. പ്രസിഡന്റ് സ്റ്റേറ്റ് ഹെഡ് ആണെങ്കിൽ കൂടെയും പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ, വലിയ എക്സസൈസ് ചെയ്ത് വരുമ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷണലി ഒരു സജഷൻസ് കൊടുക്കാം എന്നുള്ളത് മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ ഇവിടുത്തെ പാർലമെന്റിന്റെ പേര്, അല്ലെങ്കിൽ ബംഗ്ലാദേശിന്റെ പാർലമെന്റിന്റെ പേരാണ് ജയ്തോ സഹസാവാദ്. അപ്പൊ ഇതിൽ ബംഗാളി ലാംഗ്വേജിൽ പറഞ്ഞാൽ ഹൗസ് ഓഫ് നേഷൻ എന്നാണ് ഈ ഭാഷ പരിവർത്തനം ചെയ്യുമ്പോൾ. ജയ്തോ സൻസദ് പറഞ്ഞാൽ, സംസദ് എന്ന് പറഞ്ഞാൽ തന്നെ യൂണിയൻ എന്നാണ് അർത്ഥം. അപ്പൊ അതിന്റെ പരിവർഷം ഇംഗ്ലീഷ് പരിഭാഷയിൽ പറയുമ്പോൾ ഹൗസ് ഓഫ് നേഷൻ എന്നാണ് അതിനെ പറയുന്നത്. പാർലമെന്റിന് നമ്മള് ലോക്സഭ എന്ന് പറയുന്നു, ലോക്സഭ ആൻഡ് രാജ്യസഭ. ഇനി ആർട്ടിക്കിൾ 63(3)A ഇതെന്താണ് പറഞ്ഞിട്ടുള്ളത്? ഈ ആർട്ടിക്കിൾ 63-ൽ, ആർട്ടിക്കിൾ 65-ലുണ്ട് പാർലമെന്റ് ഗവൺമെന്റ്. ബംഗ്ലാദേശിൽ ഒറ്റ യൂണികാമറൽ ഗവൺമെന്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ആർട്ടിക്കിൾ 65(3)A കോൺസ്റ്റിറ്റ്യൂഷനില് 350 സീറ്റ് ഉണ്ട്. ആ 350 സീറ്റിൽ 50 സീറ്റ് ലേഡീസിന് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി ഭാഗിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ മെമ്പേഴ്സിനെയൊക്കെ ഡയറക്റ്റ് ആയിട്ടല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് വഴി വരികയും അവർക്ക് ടോട്ടൽ ആയിട്ടുള്ള സീറ്റ്സിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പാർട്ടീസിന് പ്രപ്പോർഷനായിട്ട് സീറ്റ്സ് ഡിവൈഡ് ചെയ്ത് കൊടുത്ത് ആ വഴിയാണ് സിംഗിൾ പ്രോസസ് ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം. ഒരു പാർട്ടിയിൽ നിന്ന് ഒരു ലേഡി വരുന്നുണ്ടെങ്കിൽ അവർക്ക് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റമാണ് അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിമൺ പൊളിറ്റീഷ്യൻസിനെ, സ്ത്രീയായിട്ടുള്ള പൊളിറ്റീഷ്യൻസിനെ ഇൻഡയറക്റ്റ് ആയിട്ട് എൻകറേജ് ചെയ്യുന്നുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ഇനി ഇവരുടെ റൈറ്റ്സ് എന്തൊക്കെയാണ്? സ്റ്റേറ്റസ് ഓഫ് റൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ലോ പ്രകാരം, നിയമപ്രകാരം നമുക്ക് എന്തൊക്കെ റൈറ്റ്സ് ഉണ്ട്? ഫെയർ ട്രയൽ നടത്താനുള്ള റൈറ്റ്സ് ഉണ്ട്, അതായത് ന്യായപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ. ലീഗൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ലീഗൽ റെമഡി, ലീഗൽ വഴി, ലീഗലി അല്ലെങ്കിൽ നിയമപരമായി നമുക്ക് സഹായം തേടാൻ പറ്റും. വോട്ട് ചെയ്യാനുള്ള അധികാരം, ഏത് പൊളിറ്റിക്കൽ പാർട്ടിയിലും പാർട്ടിസിപ്പേഷനുള്ള അധികാരം, പ്രോസസ്സിൽ എന്തൊക്കെ ലോ പ്രകാരമുണ്ടോ അതൊക്കെ ഫോളോ ചെയ്യാനുള്ള അതും അധികാരം. ഇതേമാതിരി തന്നെയാണ് ബാക്കിയുള്ള റൈറ്റ്സ്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രോപ്പർട്ടിയിലോ പ്രൊവൈഡിലോ ഒക്കെ പോകാനുള്ള ഒരു റൈറ്റ്, അവനവന്റെ റൈറ്റ്. ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് എന്നുള്ള ലെവലില് ആ ഗവൺമെന്റിൽ പറഞ്ഞിട്ടുള്ളതൊക്കെ നമുക്ക് അനുഭവിക്കാനുള്ള റൈറ്റിനെ അവർ കൊടുത്തിട്ടുണ്ട്. ഇനി ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പറഞ്ഞു 1300 ആർട്ടിക്കിൾ 13 തൊട്ട് 35 വരെ ഡിഫറെന്റ് കാറ്റഗറീസ് ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യൻ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഓർഡിനറി ലീഗൽ റൈറ്റ്സ്, ഓർഡിനറി ആയിട്ടുള്ള ലീഗൽ റൈറ്റ്സും, അതായത് നിയമപരമായിട്ടുള്ള റൈറ്റ്സും കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇറസ്പെക്റ്റീവ് കാസ്റ്റ്, കളറ്, ക്രീഡ്, ഇതിനെ ഒന്നും പരിഗണിക്കാണ്ട് ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള ലെവലിൽ എന്തൊക്കെ ഒരാൾക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടോ അതൊക്കെ കൊടുത്തിരിക്കണം. അതാണ് ഇന്ത്യൻ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാകിസ്ഥാനിൽ പറഞ്ഞിട്ടുള്ളത്, ഇതിലിങ്ങനെ കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരേ മാറ്റർ പാകിസ്ഥാനെ പറ്റിയും ഇന്ത്യയെ പറ്റിയും ബംഗ്ലാദേശിനെ പറ്റിയും പറഞ്ഞു പോവുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ 25 റൈറ്റ്സ് ആണ് നമുക്ക് ആദ്യമായിട്ട് പാകിസ്ഥാൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ റൈറ്റിൽ വന്നിട്ടുള്ളത്. അതില് സിവിൽ റൈറ്റ്സ്, പൊളിറ്റിക്കൽ റൈറ്റ്സ്, സോഷ്യൽ റൈറ്റ്സ്, ഇക്കണോമിക് റൈറ്റ്സ്. ആർട്ടിക്കിൾ 8 തൊട്ട് 28 വരെയുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സിലും ഇതേമാതിരി ഈ കാര്യങ്ങളൊക്കെ പാകിസ്ഥാൻ പറഞ്ഞിട്ടുണ്ട്. ബംഗ്ലാദേശിലും ഇതേമാതിരി തന്നെ ഏതൊക്കെ പാർട്ടികൾ സോഷ്യൽ പ്രാക്ടീസ് പ്രോഹിബിഷൻ ചെയ്യാൻ പാടില്ല, റിലീജിയൻ, റേസ്, കാസ്റ്റ്, ബർത്ത്, ഇതിനൊക്കെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഒക്കെ നോക്കി വേണം പറഞ്ഞിട്ടുള്ളത്. ഫണ്ടമെന്റൽ റൈറ്റ്സിൽ വരുമ്പോഴത്തേക്കും അവർക്ക് സ്പീച്ച്, സംസാരിക്കാനുള്ള റൈറ്റ്, റിലീജിയൻ, ഏത് വിധത്തിലുള്ള റിലീജിയൻ റൈറ്റ്, മൂവ്മെന്റ്, ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് പോകാനുള്ള മൂവ്മെന്റ്, ഇതൊക്കെ എഡ്യൂക്കേഷൻ റൈറ്റ്സ് അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് റൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞു പോകുന്നു. അപ്പൊ ഇതൊക്കെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ വരുന്നതാണ്. ജുഡീഷ്യറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ എന്താണ് പറയുന്നത്? ജുഡീഷ്യറി, റോൾ ഓഫ് ജുഡീഷ്യറി എന്ന് പറയുമ്പോൾ നിയമത്തിന്റെ അധികാരം,
ഒരു നിയമം എത്രത്തോളം ഗ്യാരണ്ടി ചെയ്യുന്നു, ആ സിറ്റിസൺ എത്രത്തോളം പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. സെൻട്രലിലും സ്റ്റേറ്റ് ഗവൺമെന്റും ഫെഡറൽ സെറ്റപ്പ് ആണെങ്കിൽ കൂടെയും അവിടെയും ഒരു നിയമഘടനയുണ്ട്. ആ നിയമഘടനയിൽ കൂടി വേണം ആൾക്കാർക്ക് അവരുടെ നിയമത്തിനെ നടപ്പിലാക്കാൻ. ഒരു റൂളാണത്. വളരെ നിർബന്ധമായിട്ടും ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഒരു കാരണവശാലും അന്യായം വരരുത്, ഇമ്പാർഷ്യൽ ആയിരിക്കണം, ട്രാൻസ്പാരന്റ് ആയിരിക്കണം. ഇതൊക്കെ ഓരോ മനുഷ്യ ജീവിക്കും അവരുടെ രാജ്യത്തിലുള്ള ആ പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കണം നിയമം. ഇത് ഇന്ത്യൻ ജുഡീഷ്യറിയിൽ എന്താ പറഞ്ഞിട്ടുള്ള വെച്ചാല്, ഇന്ത്യൻ ജുഡീഷ്യറിയും ഇതേ തന്നെ ഹോളായിട്ട് നേഷനെ അവിടെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരുന്നത് എല്ലാ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സും യൂണിയൻ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും ശരി, സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും ശരി, ഹൈക്കോർട്ട് ലെവലില് ഇന്ത്യ ഓരോ സ്റ്റേറ്റിലും നമുക്ക് സുപ്രീം കോർട്ട് എന്നുള്ളത് ഏറ്റവും ഹയസ്റ്റ് അപ്പെക്സ് ആണ്. ഹൈക്കോർട്ട് എല്ലാ സ്ഥലത്തും ഉണ്ടാവും. അതിൻ്റെ താഴെ ലോവർ കോർട്ട്സ് ഉണ്ട്, ഡിസ്ട്രിക്ട് കോർട്ട്സ് ഉണ്ട്, ന്യായ പഞ്ചായത്തുണ്ട്, പഞ്ചായത്ത് അദാലത്തുണ്ട്, ഗ്രാമ കച്ചേരി ഉണ്ട്. ഇത് ഗ്രാസ് റൂട്ടിൽ, അതായത് നമ്മൾ ഒരു പിരമിഡ് ഷേപ്പിലാണ് ഇന്ത്യൻ ജുഡീഷ്യറി പോകുന്നത്. പാകിസ്ഥാൻ ജുഡീഷ്യറി എങ്ങനെ പോകുന്നു വെച്ചാൽ അത് 2 ഡിവിഷനാണ്. ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് ബ്രാഞ്ചസും 3 ടയർ സിസ്റ്റം. അവിടെയും സുപ്രീം കോർട്ട്, പ്രൊവിൻഷ്യൽ കോർട്ട്, ഡിസ്ട്രിക്ട് കോർട്ട്. പിന്നെ ഈ സുപ്രീം കോർട്ടിന്റെ അല്ലെങ്കിൽ ഹൈക്കോർട്ടിന്റെ ജുറിസ്ഡിക്ഷനിൽ അവർ സൂപ്പർവിഷൻ ചെയ്തുകൊണ്ട് പോകും. സുപ്രീം കോർട്ടാണ് ഹയസ്റ്റ് അപ്പലേറ്റ്. അതേമാതിരി തന്നെ ബാക്കിയുടെ ഇവിടെ ഒരു വ്യത്യാസം കാണുന്നത്, ജുഡീഷ്യൽ സിസ്റ്റം പാകിസ്ഥാനില് അവര് റിലീജിയനെ കൂടെ ഇൻക്ലൈൻ ചെയ്തിട്ടാണ് അവര് റിലീജിയസ് വാല്യൂസിൽ കൊണ്ടുവരിക. ഷിറായത്ത് കോർട്ട് എന്ന് പറയും. ഇതിന് ഇസ്ലാമിക് ലോ ആണ് ഷിറായ. അപ്പൊ അവിടെ 1980 ഇത് സ്ഥാപിക്കുകയും അതിന്റെ പാർലമെന്ററി ഷിരായ ലോ കൊണ്ടുവരുന്നുണ്ട്. ഈ ലോ പ്രകാരമാണ് അവരുടെ പാകിസ്ഥാന്റെ റൂളിംഗ് നടക്കുന്നത്. ഇൻഡിപെൻഡന്റ് നേഷൻ ആണെങ്കിൽ കൂടെയും ഇവിടെ ഇവർക്ക് ചില സമയത്ത് മിലിറ്ററി കൂപ്പിംഗ് സിസ്റ്റം കൊണ്ടുവരികയും അവര് ഡെമോക്രാറ്റിക് ഗവൺമെന്റിനെ അടിമപ്പെടുത്തി പൊട്ടിച്ച് താഴെ ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പല പ്രാവശ്യവും അവിടെ പാകിസ്ഥാനിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും ഇല്ലീഗലായിട്ട് മിലിറ്ററി പവർ എടുക്കുകയും അങ്ങനെയാണ് പർവേസ് മുഷറഫ് നമ്മുടെ ഗവൺമെന്റിനെ ടോപ്പിൾ ഡൗൺ ചെയ്തു. 2007 അങ്ങേര് ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ കൺട്രോളിൽ കൊണ്ടുവരികയും ചെയ്തത് ഈ ഷിറായത്ത് കോർട്ട് മുഖാന്തരം. ജുഡീഷ്യൽ സിസ്റ്റത്തില് പാകിസ്ഥാൻ ജുഡീഷ്യൽ സിസ്റ്റത്തില് എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിന് കുറച്ച് പവർ കൂടുതലാണ്, അവരുടെ ഫെയർനെസ്സും കുറവായിരിക്കും. അപ്പോൾ ഈ കാരണഘട്ടങ്ങൾ കൊണ്ട് ഇവർക്ക് വളരെതായിട്ടുള്ള വീക്ക്നെസ്സിനെ നമ്മൾ കാണുന്നുണ്ട്. ഈ വീക്ക്നെസ് കാരണം അവിടെ ആൾക്കാർക്ക് റിലീജിയസ് ആയിട്ടും പൊളിറ്റിക്കൽ ഫിഗറിലും ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ അവര് ഫേസ് ചെയ്തിട്ടുണ്ട്. ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സിലൊക്കെ ഒരു കോർട്ടിന്റെ ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ പറ്റും. ബംഗ്ലാദേശിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നോക്കുമ്പോൾ അവിടെയും സുപ്രീം കോർട്ട് അതോറിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ സുപ്രീം കോർട്ട് അതോറിറ്റി ആണെങ്കിലും അതിന്റെ താഴെ സബോർഡിനേറ്റ് കോർട്ട്സ് ഉണ്ട്. ഡിക്ലറേഷൻ 2007 സബോർഡിനേറ്റ് ജുഡീഷ്യറി കൊണ്ടുവന്നു, മജിസ്ട്രേറ്റ് കോടതികൾ കൊണ്ടുവന്നു, സെപ്പറേഷൻ ചെയ്തു എക്സിക്യൂട്ടീവും. ഇഫക്റ്റീവ് സെപ്പറേഷൻ വളരെ കുറവായിട്ടാണ് നമ്മൾ കാണുന്നത്. ആർട്ടിക്കിൾ 115, 116 കോൺസ്റ്റിറ്റ്യൂഷനിൽ പവർ ചെയ്തിട്ടുള്ളത് പ്രസിഡന്റിന് അപ്പോയിന്റ്മെന്റ് ജഡ്ജിന് കൊടുക്കാം, ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് കൊടുക്കാം. അതായത് ഡിവിഷൻ ഓഫ് പവർ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതിന്റെ അർത്ഥം. അതേസമയം പോസ്റ്റിംഗ്, പ്രൊമോഷൻ, ഡിസിപ്ലിൻ, ജുഡീഷ്യൽ ഓഫീസേഴ്സ് ഇതൊക്കെ ആരുമായിട്ട് കൺസൾട്ട് ചെയ്യണം, കൺസൾട്ട് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. സുപ്രീം കോടതി ജഡ്ജിമാരുമായിട്ട് കൺസൾട്ട് ചെയ്ത് വേണം പ്രസിഡന്റ് അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ. പ്രസിഡന്റിന്റെ പൊസിഷനിൽ 2 ആർട്ടിക്കിൾസ് ഉണ്ട്. റിഗാർഡിംഗ് പൊസിഷൻ, പ്രൊമോഷൻ ആൻഡ് ജുഡീഷ്യൽ പ്രോസസ് സെപ്പറേറ്റ് ആണത്. ഇവിടെ ലിമിറ്റേഷൻസ് എന്താന്ന് വെച്ചാല് ഡയറക്ഷൻസ് ആർട്ടിക്കിൾ 48(3) പറയുന്നു പ്രസിഡന്റ് എക്സസൈസ് ചെയ്യാമെങ്കിൽ കൂടെയും പ്രൈം മിനിസ്റ്ററിന്റെ ഡിസിഷനും കൂടെ പ്രാധാന്യം കൊടുത്തിരിക്കണം. അതേമാതിരി പ്രൈം മിനിസ്റ്റർ ആണ് ഈ എക്സിക്യൂട്ടീവ് ഗവൺമെന്റിന്റെ ഹെഡ്. അതുകൊണ്ടാണ് ഡിസ്കഷന് ശേഷമേ അത് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. ഇലക്ഷൻ കമ്മീഷൻ, ഇന്ത്യയിലുള്ള ഇലക്ഷൻ കമ്മീഷൻ വളരെ പവർഫുൾ ആയിട്ടുള്ള ഇലക്ഷൻ കമ്മീഷനുണ്ട്. അവരാണ് കംപ്ലീറ്റ് ഇലക്ഷൻ നടത്താനുള്ള കൺട്രോൾ ചെയ്യുന്നത്. എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ചെയ്യണം, എങ്ങനെയൊക്കെയാണ് നടത്തേണ്ടത്. ഇത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ ഇപ്പൊ നമ്മുടെ കണ്ടുവല്ലോ, ഇപ്പൊ വൈസ് പ്രസിഡന്റിനെ എങ്ങനെ കൊണ്ടുവരണം, ഇതൊക്കെ ചെയ്യുന്നത് ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയുടെ പേരാണ് ഇലക്ഷൻ കമ്മീഷൻ ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ന് നമുക്ക് ഇന്ന് രാജ്യസഭയിൽ നമ്മുടെ
പുതിയ പ്രധാന നമ്മുടെ പ്രസിഡന്റ് മാഡം പവർ എടുത്തു 10:15. അപ്പൊ ഇനി ഇലക്ഷൻ കമ്മീഷൻ 3 മെമ്പേഴ്സ് സൊസൈറ്റിയാണ്. പ്രസിഡന്റ് ആദ്യം ഇലക്ഷൻ കമ്മീഷണറെ ഉണ്ടാക്കും, പിന്നെ അതിന്റെ താഴെ കമ്മീഷണേഴ്സ് വരും. ഇലക്ഷൻ കമ്മീഷന്റെ പവർ വളരെ എക്സസൈസ് ചെയ്യണം, വളരെ ട്രാൻസ്പാരന്റ് ആയിരിക്കണം, ഒരുവിധ മാൽ പ്രാക്ടീസ് പാടില്ല എന്നുള്ളതിന്റെ വളരെ സിദ്ധാന്തമാണ്. 17 ജനറൽ ഇലക്ഷൻ ലോക്സഭയില് 2019 ലാർജസ്റ്റ് കൺട്രിയാണ് ഇന്ത്യ. ഡെമോക്രസി പ്രാക്ടീസ് ചെയ്യുന്ന ലാർജസ്റ്റ് കൺട്രിയാണ്. 61 കോടി ആൾക്കാരാണ്. 10 ലക്ഷം പോളിംഗ് ബൂത്ത് വഴി പല വിധത്തിലും ഒരു ബൂത്തിൽ ഒരാളെ ഉള്ളെങ്കിൽ കൂടിയും നമ്മൾ അത് വളരെ കറക്റ്റായിട്ട് ചെയ്തു കൊണ്ടുവരുന്നുണ്ട്. ഇലക്ഷൻ ലോസ് നമ്മൾ പാസ്സാക്കിയിട്ടുണ്ട് 21. അത് എന്തെങ്കിലും വിധത്തിൽ നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇലക്ഷൻ അമെൻമെന്റ്, ലോസിൽ അമെൻമെന്റ് ചെയ്യും. ആ അമെൻഡ് വഴിയാണ് നമ്മൾ വളരെ വ്യത്യാസമായിട്ടുള്ള റൂൾസും റെഗുലേഷൻസും, ഒരാൾക്ക് തന്നെ പല വിധത്തിലെ വോട്ടിംഗ് പാടില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ ഇലക്ഷൻ റൂൾസ് ലോസ് കൊണ്ടുവന്നിട്ടുള്ളത്. 21, അതായത് കഴിഞ്ഞ കൊല്ലം 2021 പുതിയ റൂൾസ് കൊണ്ടുവന്നു, ഇലക്ഷൻ ലോസ് അമെൻമെന്റ് കൊണ്ടുവന്നു. അതിൽ എന്തിനാണെന്ന് വെച്ചാൽ ഈ തെറ്റുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരാണ്ടിരിക്കാനും വന്ന തെറ്റിനെ മാറ്റാനും ഫ്യൂച്ചറിൽ ഇങ്ങനത്തെ ഇലക്ഷൻസ് പോളിംഗ് ബൂത്തിൽ അടിവരാണ്ടിരിക്കുക, ഒരേ ആളെ 2-3 സ്ഥലത്ത് പോയി വോട്ട് ചെയ്യുക, ഇങ്ങനത്തെ പല പ്രാക്ടീസസ് ഉണ്ട്. ആ പ്രാക്ടീസസ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ ഗവൺമെന്റ് ഇലക്ഷൻ ലോസിനെ അമെൻമെന്റിനെയും വളരെ ക്രിട്ടിക്കലായിട്ടും വളരെ മൾട്ടിപ്പിൾ ലെവലിൽ ചെക്ക് ചെയ്താണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ പ്യൂരിഫിക്കേഷൻ വഴിയാണ് നമ്മൾ ഇലക്ട്രൽ റോൾസ് കണ്ടെന്ന് നമ്മൾ പ്രോമിസ് ചെയ്ത് മാൽ പ്രാക്ടീസസ്, ഏതെങ്കിലും തരത്തിലുള്ള മാൽ പ്രാക്ടീസ് കുറച്ച് കൊണ്ടുവരാനാണ് ഈ ലോസിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും അതിനെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരുന്നതും. അപ്പോൾ പാകിസ്ഥാന്റെ ഇലക്ഷൻ കമ്മീഷനിൽ അവരെന്തൊക്കെയാ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഒരു ഓർഗനൈസിങ് ബോഡി ഉണ്ടാക്കി, ആ ബോഡി വഴി ഇലക്ഷൻ നടത്താനുള്ള പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചേഴ്സ്, ലോക്കൽ ഗവൺമെന്റ്സ്, പാകിസ്ഥാൻ പ്രസിഡന്റിന്റെ ഒരു ഓഫീസ്, ഇവരെല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ടാണ് ഒരു കമ്മീഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കമ്മീഷൻ ജനറൽ ഇലക്ഷൻസ് നടത്തണം, അതേമാതിരി ബൈ ഇലക്ഷൻസ് നടത്തണം. അതിന് ഡിസിഷൻ എടുക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. ഈ കമ്മീഷൻ ഓഫീസ് ലോ എത്രത്തോളം ക്രെഡിബിലിറ്റി ഉണ്ട്, എത്രത്തോളം ഇഫക്റ്റീവായിട്ട് കൊണ്ടുപോകാം എന്നൊക്കെ നോക്കി വേണം ഇവർ ക്യാപ്ചർ ചെയ്യാനും, ഏത് ലെവലിലാണ് വോട്ടറിന്റെ ടേൺ ഔട്ട് വരുന്നതെന്ന് നോക്കിക്കൊള്ളണം. അപ്പോൾ പാകിസ്ഥാനിലുള്ള ഏറ്റവും വലിയ ഇഷ്യൂ എന്താന്ന് വെച്ചാൽ 5 മെമ്പേഴ്സ് ആണ് ഇലക്ഷൻ കമ്മീഷനുള്ളത്. അപ്പൊ അവരുടെ ചിട്ടപ്രകാരം പ്രൈം മിനിസ്റ്ററും അതേമാതിരി പൊളിറ്റിക്കൽ പാർട്ടീസും ഒക്കെ ഒന്ന് കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു എഫേർട്ട് ആയിരിക്കണം. പക്ഷെ എപ്പോഴും ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതേമാതിരി ബംഗ്ലാദേശിലും നമ്മൾക്ക് ഇതേമാതിരി തന്നെ കമ്മീഷനുണ്ട്, ഇലക്ഷൻ കമ്മീഷനുണ്ട്. ഡയറക്ഷൻ കൊടുക്കാനും ഇലക്ട്രൽ റൂൾസ് എടുക്കാനും അവരെ വേണ്ട വിധത്തിൽ കൊണ്ടുപോകാൻ ഇലക്ഷൻ കമ്മീഷന്റെ സഹായത്തോടു കൂടിയാണ് ബംഗ്ലാദേശും ക്രിറ്റിസിസം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും അവർ ശ്രമിക്കുന്നുണ്ട്. റോൾ ഓഫ് മിലിറ്ററി വരുന്നത് അവരുടെ പവർ, ഇന്ത്യൻ മിലിറ്ററിയുടെ പവറും ഇസ്ലാമിന്റെ പവറും അല്ലെങ്കിൽ മിലിറ്ററി എത്രത്തോളം ഇതിൽ ഇൻവോൾവ് ആവുന്നുള്ളതും കൂടെ നോക്കിയും കണ്ടു വേണമാണ് ഇന്ത്യന്റെ ഇമ്മീഡിയറ്റ് നെയ്ബർഹുഡിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്. പാകിസ്ഥാനിലും നമ്മൾ സിവിൽ മിലിറ്ററി ചെയ്തിട്ടുണ്ട്. ആവശ്യം വന്നപ്പോൾ നമ്മൾ മിലിറ്ററി സപ്പോർട്ട് കൊടുത്തു. അതേമാതിരി തന്നെ അവർക്ക് വേണ്ട വിധത്തിൽ പർവീസ് മുഷറഫിന്റെ കാലഘട്ടത്തിൽ നമ്മൾ മിലിറ്ററി ഇൻവോൾവ്മെന്റ് വന്നിട്ടുണ്ട്. മിലിറ്ററിയും സിവിലും മിലിറ്ററിയും തമ്മിൽ പാകിസ്ഥാനിൽ അടിയുണ്ടായിട്ടുണ്ട്. മിലിറ്ററി ഓഫീസേഴ്സിന് പവർ കൂടുതലാവുമ്പോൾ അവർ സിവിലിയൻസിനെ ഉപദ്രവിക്കാൻ തുടങ്ങും. ബംഗ്ലാദേശിലും പൊളിറ്റിക്കലി അവരുടെ പാർട്ടീസ് ഉണ്ട്. ഷെയ്ഖ് മുജീബ് റഹ്മാൻ അതേമാതിരി ഡയറക്റ്റ് ആയിട്ട് ആർമി ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. സിയാന്റെ ജനറൽ റിയാബ് എന്ന ലോ ക്രിയേറ്റർ ആയിരുന്നു. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഈ കൂപ്പ് വരും, അതായത് പെട്ടെന്ന് മാറ്റുക, അതാണ് കൂപ്പ് എന്ന് പറയുക. സസ്പെൻഡ് ചെയ്യും, മിലിറ്ററി സസ്പെൻഡ് ചെയ്യും, ആ ഡിക്റ്റേറ്റർഷിപ്പ് അവിടെ ലോ കൊണ്ടുവന്ന് ചേർക്കാണിത്. അവാമി ലീഗ് എന്ന് പറയുന്നത് ബംഗ്ലാദേശിലെ ഒരു പവറാണ്. ആ ഒരു റോളില് അവരുടെ ലീഗിനെ ഈ അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവന്നതിന്റെ സൂപ്പർവിഷൻ ചെയ്യാനുള്ള ഒരു ലീഗായിട്ട് കൊണ്ടുവരുന്നു. അവാമി ലീഗ് ഗവൺമെന്റ് പ്രൈം മിനിസ്റ്ററുടെ ഷെയ്ഖ് ഹസീനയുടെ കൺട്രോളിലാണ്. കെയർ ടേക്കർ ഗവൺമെന്റ് ആണ് വരുന്നത്, ജോയിന്റ് ആയിട്ടുള്ള കെയർ ടേക്കർ ഗവൺമെന്റ്. അവരുടെ ഓപ്പോസിഷൻ പാർട്ടിയായ റൈവൽ ബേഗം ഖലീജ സിയാന്റെ
കൺട്രോളിൽ കൊണ്ടുവരികയാണ് ചെയ്തത്. റോൾ ഓഫ് മീഡിയ എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ മീഡിയയും, അത് പ്രസ് മീഡിയ ആയാലും ശരി, വിഷ്വൽ മീഡിയ ആയാലും ശരി, അവരുടെ ഇൻവോൾവ്മെന്റ് പാർട്ടിയിലോ അല്ലെങ്കിൽ ഇത് 4ാമത്തെ പില്ലറാണ് ഡെമോക്രസിയിലെ മീഡിയ എന്ന് പറയുന്നത്. അവിടെയാണ് ആൾക്കാരുടെ നമ്മളത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാവിധ സോഷ്യൽ മീഡിയ വഴിയും ഇതിനെ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പാകിസ്ഥാനി മീഡിയ ഗവൺമെന്റ് കുറെ സ്ട്രോക്ക് ചെയ്തു, അവർ കൺട്രോളും ചെയ്തിട്ടുണ്ട്. എല്ലാ വിധത്തിലുള്ള കൺട്രോൾ അവർക്ക് തീരെ നിവൃത്തിയില്ലാണ്ടാവുമ്പോൾ അവർ ബാൻ ചെയ്യും. അപ്പോൾ ബാൻ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ പവറിന്റെ എത്രത്തോളം പവർ ഉണ്ടെന്നാണ് അത് കാണിക്കുന്നത്. ബംഗ്ലാദേശിലും ഇതേമാതിരി തന്നെ അൽമാസിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അവരുടെയും ഇസ്ലാമിക് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അവർ ഗവൺമെന്റിനെ കൺട്രോൾ ചെയ്യുന്ന മാഫിയ ഗ്രൂപ്പും അവിടെ കണ്ടിട്ടുണ്ട് നമ്മൾ. ഇസ്ലാമിക് ലോസ്, ഒൽമാസിന്റെ ഇസ്ലാമിക് ലോസ് പ്രാക്ടീസ് ചെയ്തു വരുന്നു. ഖൈബർ ഇൻഡസ്ട്രിയിലും ട്രെയിനേഴ്സിലും പാകിസ്ഥാനിലും ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു. ഇതേമാതിരി ഈ ലോസ്, ഇസ്ലാമിക് ലോസ് പ്രാക്ടീസ് ചെയ്തു വരുന്ന ഗ്രൂപ്പുകളാണ് ബംഗ്ലാദേശ് പ്രഷർ ഗ്രൂപ്പ്. അവരുടെ പ്രഷർ ഗ്രൂപ്പിലും പ്രഷറൈസ് ചെയ്യാണ് ആൾക്കാർ, NGOസും ബാക്കിയുള്ള ഗ്രൂപ്പും പ്രഷറൈസ് ചെയ്തിട്ടാണ് ഇന്റർനാഷണൽ ട്രേഡിൽ കൊണ്ടുവരുന്നത്. ഇവിടെ നമ്മൾ മൈനോറിറ്റി എന്ന് പറയുമ്പോൾ ഏറ്റവും കുറവുള്ള അതിനെയാണ് ഈ ലാംഗ്വേജ് ഇതിൽ മൈനോറിറ്റി എന്ന് പറയുക. ഇതോടുകൂടി ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. നിങ്ങൾ പുസ്തകങ്ങൾ നല്ലപോലെ വായിച്ച് കണ്ടിന്യൂസ് ആയിട്ട് അതിന്റെ മാറ്റേഴ്സ് വളരെ സീരിയസ് ആയിട്ട് വേണം അത് ഓരോ കാര്യങ്ങളും നോക്കി എടുത്തു വരാനായിട്ടും നിങ്ങൾ മനസ്സിലാക്കാൻ ഉള്ളതും. അതുകൊണ്ട് പ്ലീസ് നിങ്ങളുടെ പുസ്തകങ്ങൾ നല്ല വൃത്തിയായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ബാക്കിയുള്ള കാര്യം വളരെ ചെറിയ പോയിന്റ്സ് ആണ്.